ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണീന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതാ സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. 3-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. ഇപ്പോൾ 25 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം, കഴിഞ്ഞ് തുടരാം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ തൃതീയോऽധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച സക്താ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻ തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ
കർത്താഹമിതി മന്യത്തെ തത്വവിത്വ മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ പ്രകൃതേർഗുണസമ്മൂഢാഃ സജ്ജന്തെ ഗുണകർമ്മസു താൻ അകൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്ന വിചാലയേത് മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തഃ മുച്യന്തെ തേപി കർമ്മഭിഃ യേ ത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാൻ അചേതസഃ സദൃശം ചേഷ്ടതേ സ്വസ്യാഃ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ. അപ്പോൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അവരവരുടെ പ്രകൃതിക്കനുസരിച്ചാണ്. ജ്ഞാനവാനപി, വലിയ പണ്ഡിതന്മാർ പോലും സ്വസ്യാഹ പ്രകൃതേഹ സദൃശം ചേഷ്ടതേ, അവനവൻ്റെ പ്രകൃതിക്ക് അനുസരിച്ചാണ് ചേഷ്ടിക്കുന്നത്, അവൻ്റെ ജ്ഞാനത്തിനനുസരിച്ചല്ല. ജ്ഞാനവാനപി പ്രകൃതേഹ സദൃശം ചേഷ്ടതേ ന ജ്ഞാനസ്യ. അപ്പോൾ ജ്ഞാനം ഉണ്ടെങ്കിൽ പോലും അവൻ്റെ പ്രകൃതി എത്രത്തോളം ബലവത്താണോ ആ പ്രകൃതി അവനെ വലിച്ചഴയ്ക്കും. ആ പ്രകൃതിയെ അവൻ അവൻ്റെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട്, വിവേകം ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയാണ് വേണ്ടത്, അടിച്ചമർത്താൻ പാടുള്ളതല്ല. വിവേകപൂർവം അതിനെ എന്താ പറയുക, മൃദുവായി തൊട്ടും തലോടിയും ആശ്വസിപ്പിച്ചുകൊണ്ടും ഒക്കെ ആയിട്ട് വേണം അതിനെ നിയന്ത്രിക്കാനായിക്കൊണ്ട്. അതിനോട് വളരെ വയലൻ്റായിട്ട് പെരുമാറിയാൽ അതതിൻ്റെ തനി നിറം കാണിക്കും, അല്ലേ? നമ്മുടെ ആനകളെ മെരുക്കിയെടുക്കും പോലെ. ആനകളെ ആനപ്പാപ്പാന്മാർ എങ്ങനെയാണ് നിയന്ത്രിച്ച് കൊണ്ടു നടക്കുക? ആന ഭയങ്കര ശക്തിയുള്ളൊരു മൃഗമാണ്. അതിനെ വളരെ സ്നേഹത്തോടെ, കരുതലോടെ, സോഫ്റ്റായിട്ട് അതിനോട് പെരുമാറി, നല്ല വാക്കുകൾ പറഞ്ഞ്, ഇത്തിരി വികൃതി കാണിച്ചാൽ ഇടയ്ക്ക് ഓരോ അടി കൊടുത്ത് ഇത്തിരി പേടിയുണ്ടാക്കിയിട്ട് ഒക്കെ കൊണ്ടു നടക്കാം. അമിതമായിട്ട് അതിനെ പ്രഹരിച്ചാലോ, കള്ളു കുടിച്ച് വന്ന് ചില പാപ്പാന്മാർ എന്തെങ്കിലുമൊക്കെ ദേഷ്യങ്ങൾ അതിൻ്റെ നേരെയൊക്കെ തീർക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതിന് സഹിക്കാൻ പറ്റാതാവുമ്പോൾ, കുറേയൊക്കെ സഹിക്കും, അത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ ആ പാപ്പാനെ തട്ടിക്കളയും. നിനക്ക് എന്നെ എങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ നീ എന്ന് പറഞ്ഞ് തുമ്പിക്കൈ കൊണ്ട് ഒരു അടിയടിച്ചാൽ പണി കഴിയും. അല്ലെങ്കിൽ താഴെ ഇട്ടിട്ടൊരു ചവിട്ട് അല്ലെങ്കിൽ ഒരു കുത്ത്, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ പണി കഴിയുക. നേരെ മറിച്ച് വളരെ സോഫ്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന പാപ്പാന്മാരുണ്ട്. ആ ആനകൾ നല്ല മെരുക്കും ഉണ്ടാവും. വെറുതെ അതിനെ അടിക്കുകയും തല്ലുമൊന്നും ചെയ്യാതെ ഒരു വിളി വിളിച്ചാൽ മതി, ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ മതി,
അതിനൊക്കെ അനുസരിച്ച് തിരിച്ചും അതുപോലെ സ്നേഹം കൊടുക്കുന്ന ആനകളുമുണ്ട്. കണ്ടിട്ടില്ലേ നമ്മൾ, അല്ലേ? പാപ്പാൻ എവിടേക്കെങ്കിലും ദൂരേക്ക് പോവുകയാണ് ആനയൊക്കെ തളച്ചിട്ടിട്ടെന്ന് പറയുമ്പോൾ, യാത്ര പറയുമ്പോൾ ആനയുടെ ഒരു പ്രത്യേക എന്താ പറയുക, കുട്ടികൾ കരയുമ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ട്. വേഗം വരണം കേട്ടോ, ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്ന മട്ടിൽ അതിൻ്റെ ചില ഭാഷയൊക്കെ ഉണ്ട്. അതിൻ്റെ ഏത് കാര്യം പറഞ്ഞാലും അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആനകളുണ്ട്. ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഉറങ്ങും. പാപ്പാൻ പറഞ്ഞാലേ ഉറങ്ങുള്ളൂ. കിടന്നോട്ടോ, ഉറങ്ങിക്കോട്ടോ, ധൈര്യമായിട്ട് ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞാലേ കണ്ണടച്ചത് തലയൊക്കെ താഴെ വെച്ച് ഉറങ്ങുള്ളൂ. അതുവരെ അതിങ്ങനെ നിവർന്ന് നിൽക്കും. അതിന് ഭയമാണ്. പാപ്പാൻ കോൺഫിഡൻസ് കൊടുക്കണം. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ പ്രകൃതിയും. പ്രകൃതി എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ. അപ്പോൾ ആ മനസ്സിനെ നമ്മളൊരു ആനയെ കൊണ്ടു നടക്കുന്ന പോലെ വേണം. ആനയെ കൊണ്ടു നടക്കാൻ ആനപ്പാപ്പാൻ്റെ കയ്യിൽ ഹുക്കുണ്ടാവും, തോട്ടി, അങ്കുശം, വടിയുണ്ടാവും, വലിയ തോട്ടി ഉണ്ടാവും. അത് ഏത് രീതിയിൽ എങ്ങനെ ശിക്ഷിക്കണം, ആവശ്യത്തിന് മാത്രം ശിക്ഷ. പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ശിക്ഷിക്കാതിരിക്കണം. അപ്പം അതുപോലെയാണ് നമ്മുടെ പ്രകൃതിയെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്, കൊണ്ടു നടക്കേണ്ടത്. ജാഗ്രത വേണം. എപ്പോൾ വേണമെങ്കിൽ പ്രകൃതി പിടുത്തം വിട്ടു പോകാം. പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് ഇതാക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പിടിവിട്ട് പോകാം. ആ ഒരു ജാഗ്രത എന്നുള്ളത് വേണം. അങ്കുശം കയ്യിൽ വേണം. ആന പിടിവിട്ട് പോകുമ്പോഴാണ് ഈ അങ്കുശം കൊണ്ട് അതിൻ്റെ മർമ്മങ്ങളിൽ പിടിക്കുക. അതുപോലെ പിടിക്കണം, അടിക്കണം വേണ്ടപ്പോൾ. എന്നാൽ അമിതമാവാനും പാടില്ല. അനാവശ്യമായിട്ട് സപ്രസ് ചെയ്യാൻ പാടില്ല. അമിതമായിട്ട് അതിനെ വേദനിപ്പിച്ചാൽ അത് വയലൻ്റ് ആവും. അതുപോലെ അപ്പോൾ പ്രകൃതിം യാന്തി ഭൂതാനി, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഹുക്ക് എന്താണെന്നോ, അതിന് നമ്മൾ തന്നെ ചില പണിഷ്മെൻറ്റുകൾ കൊടുക്കുക തന്നെ. നമ്മുടെ മനസ്സിന് നമ്മൾ ചില വ്രതങ്ങൾ, നാമജപങ്ങൾ, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അമിതമായി മനസ്സ് ശാഠ്യം പിടിക്കുമ്പോൾ തൽക്കാലം തരില്ല, അവിടെ അടങ്ങിയിരിക്കേ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക തന്നെ. ഇപ്പോൾ ആ വ്രതങ്ങളും അതുപോലെയുള്ളതായിട്ടുള്ള ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഹുക്ക് തന്നെയാണ്. അതിനെ യഥേഷ്ടം അലയാൻ വിടുന്നില്ല. മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, തോന്നിയവാസത്തിനനുസരിച്ച് അലയാൻ വിടാതെ അതിനെ ബോധപൂർവം നിയന്ത്രിക്കുക. നമ്മൾ വയ്ക്കുന്ന ചില ചട്ടക്കൂടുകളുടെ ഉള്ളിൽ നിൽക്കാൻ പറയുക. ഇന്നൊരു ദിവസം മൗനവ്രതമാണ്, മിണ്ടാതിരുന്നോളണം എന്ന് മനസ്സിനോട് പറയുക. ഇന്നൊരു ദിവസം ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കണം, നിനക്ക് ഉപ്പിനോട് ഒരുപാട് ആർത്തിയുണ്ട്, ഇന്ന് ഉപ്പില്ലാതെ ഒരു ദിവസം ഭക്ഷണം കഴിക്കുക. നാളെ ഒരു ദിവസം മധുരമില്ലാതെ കഴിക്കുക. എന്നിങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ തോന്നിയവാസത്തിനെ അനുവദിച്ചു കൊടുക്കാതെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ്, നമ്മുടെ എന്താ പറയുക, അഡിക്ഷൻസിനെ അറിഞ്ഞിട്ട് ആ അഡിക്ഷൻസിനെ അനുവദിച്ചു കൊടുക്കാതിരിക്കുക. നമുക്ക് ഉപ്പില്ലാതെ ഉണ്ണാനാവില്ല. ഉപ്പില്ലാതെ കഴിക്കുമ്പോൾ ദേഷ്യം വരും. ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഭാര്യമാർ ഭക്ഷണം ഉണ്ടാക്കിയതിൽ ഉപ്പിത്തിരി കുറഞ്ഞു പോയാൽ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുന്നതൊക്കെ കേൾക്കാം. കൂടിപ്പോയാലും പ്രശ്നമാണ് അല്ലേ ചിലർക്ക്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഇന്നത് നിർബന്ധമുള്ള ആളുകൾക്ക് നമ്മൾ തന്നെ സ്വയം അറിയുക, ഇന്നത് എൻ്റെ വീക്ക്നെസ്സാണ്, എനിക്ക് ഉപ്പില്ലാതെ കഴിക്കാനാവുന്നില്ല, ഇന്നത്തെ ദിവസം ഞാൻ ഉപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പോവുകയാണ്. വെറും സാലഡുകൾ കൊണ്ടും
ഫ്രൂട്ട്സ് കൊണ്ട് ഞാൻ കഴിയാൻ പോവാണ് ഒരാഴ്ച. അങ്ങനെയൊക്കെ നമുക്ക് വ്രതങ്ങൾ എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ മനസ്സിൻ്റെ അലഞ്ഞു തിരിയൽ, തോന്നിയവാസം, അതിൻ്റെ എന്താ പറയുക അടക്കമില്ലായ്മയെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചില ഡിസിപ്ലിൻസാണ്, ചില പണിഷ്മെൻറ്റ്സാണ് അതിന്. അങ്ങനെയൊക്കെ ശീലിക്കുക. അതിനാണ് നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. അവിടെ ഹുക്ക് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്, ഡിസിപ്ലിൻസാണ് ഹുക്ക്. വരച്ച വരയിൽ നിർത്തുക. ആനയെ വരച്ച വരയിൽ നിർത്താനാണ് ഹുക്ക് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ മനസ്സെന്ന ആനയെ, മതയാനയെ വരച്ച വരയിൽ നിർത്തുക. അതുപോലെ ആനയെ ചങ്ങല കൊണ്ട് കെട്ടിയിടും പോലെ എപ്പോഴും ഈശ്വര വിചാരം കൊണ്ട് മനസ്സിനെ കെട്ടിയിടാം. ഈശ്വര ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് മനസ്സിനെ കെട്ടിയിടാം. നമ്മുടെ ശിവാനന്ദ ലഹരിയിലൊക്കെ ആചാര്യ ഭഗവത്പാദര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സാകുന്ന മതയാനയെ അങ്ങയുടെ പാദമാകുന്ന തൂണിലേക്ക് ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിടൂ എന്ന് ശിവാനന്ദ ലഹരിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മനസ്സാകുന്ന മതയാനങ്ങനെ അലഞ്ഞു തിരിയാൻ പോണു. മതം പൊട്ടിയിട്ട് അതിനെ ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് ദൃഢമായിട്ട് അങ്ങയുടെ പാദമാകുന്ന തൂണിലേക്ക്, അല്ലെങ്കിൽ അങ്ങ് തന്നെ സ്വയം ഒരു തൂണാണ്, സ്ഥാണു എന്ന് അങ്ങേക്ക് പേരുണ്ട്. അപ്പോൾ അങ്ങയിലേക്ക് ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിടൂ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അതുതന്നെ നമുക്ക് ഭക്തി കൊണ്ടും അതുപോലെ ഇതുപോലെയുള്ള ചില അഭ്യാസങ്ങൾ കൊണ്ടും. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ എന്നിനി ഭഗവാൻ പറഞ്ഞു തരാൻ പോണ്ടതിനെ 6-ാം അധ്യായത്തിൽ പറയും എങ്ങനെയാണ് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന്, അല്ലേ? ഇതേ ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ മനസ്സിനെ നിയന്ത്രിക്കുക? ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അർജുനൻ ഭഗവാനോട് പറയുന്നു, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. ഈ എൻ്റെ മനസ്സുണ്ടല്ലോ അത് ചഞ്ചലമാണ്, അത് പ്രമാധിയാണ്, പ്രകർഷേണ മഥിച്ചു കൊണ്ടിരിക്കുന്നു, എന്നെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബലവത്, ഭയങ്കര ബലവാനാണ്, ശക്തനാണ്, അടക്കാൻ പ്രയാസമാണ്, നല്ല ദാർഢ്യമുണ്ടതിന്, അനുസരണയില്ല. അങ്ങനെയുള്ള മനസ്സിനെ വായോരിവ, കൊടുങ്കാറ്റിനെ വേണമെങ്കിൽ ഞാൻ ബന്ധിച്ചു തരാം, പക്ഷെ ഈ മനസ്സിനെ അടക്കാൻ സുദുഷ്കരം. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഈ മനസ്സിൻ്റെ നിഗ്രഹത്തെ ഞാൻ വായുവിനെ എങ്ങനെ ബന്ധിക്കും, അതിനേക്കാൾ കഷ്ടമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അർജുനനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. സംശയമില്ല മഹാബാഹോ, മനസ്സ് ദുർനിഗ്രഹമാണ്, ഛലമാണ്, ഇളകിക്കൊണ്ടേയിരിക്കുന്നതാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അടക്കാൻ പ്രയാസമേറിയതാണ്. പക്ഷേ അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ഹേ കൗന്ദേയ, അഭ്യാസേന വൈരാഗ്യേന ഗൃഹ്യത്തെ. അഭ്യാസവൈരാഗ്യാഭ്യാം, അഭ്യാസവൈരാഗ്യങ്ങളെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാം. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിലും പറഞ്ഞിരിക്കുന്നു, അഭ്യാസവൈരാഗ്യങ്ങളെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാം. പ്രാണായാമം, ആസനം മുതലായതൊക്കെ അഭ്യസിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ഈ അഭ്യാസങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാനാണ്. ആദ്യത്തെ ഈ 5 അംഗങ്ങൾ, യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം, ഈ 5 അംഗങ്ങളെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ടാണ് പിന്നെ ധാരണ, ധ്യാനം, സമാധി എന്ന മനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അത് അഷ്ടാംഗയോഗത്തിൽ, ഹഠയോഗത്തിൽ അത് അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട്. അപ്പോൾ അഭ്യാസ വൈരാഗ്യം, അഭ്യാസവും വൈരാഗ്യവും.
വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വൈരാഗ്യത്തെ തന്നെ മനസ്സിന് ട്രെയിൻ ചെയ്യുക, ബോധപൂർവം വൈരാഗ്യം വളർത്തുക. ചിന്തിച്ച് ചിന്തിച്ച് പ്രതിപക്ഷ ഭാവനയിലൂടെ ഓരോ വസ്തുക്കളിലും നമുക്ക് ആഗ്രഹം വളരുമ്പോൾ ആ വസ്തുവിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങളെ ചിന്തിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. നീ വിചാരിക്കുന്ന ശോഭയൊന്നും അതിനില്ല, അത്ര സുഖം തരാനുള്ള കഴിവൊന്നും ഉള്ളതല്ല, അത് ദുഃഖത്തിൻ്റെ വിളനിലമാണത്. ദുഃഖയോനയ ഏവത്തെ എന്നൊക്കെ ഇനി പറഞ്ഞു തരും. ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധഃ. എല്ലാം നാശമുള്ളതാണ്, ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ്, അപ്പം നശ്വരമാണ്. അതിൽ ബുദ്ധിമാന്മാർ രമിക്കാറില്ല, മൂഢന്മാരാണ് ഓരോ വിഷയങ്ങളുടെ പുറകെ പോവുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ ഉപദേശങ്ങൾ ഇനി വരിയായി വരും. ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ ശരിയായ വസ്തുതയെക്കുറിച്ച് വിചാരം ചെയ്യുക. ഇല്ലാത്ത ശോഭ അതിൽ ആരോപിച്ച് കാണുകയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഇൻഫാച്ചുവേഷൻ. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുന്ന ആ ഒരു ഇൻഫാച്ചുവേഷൻ. നമ്മുടെ കയ്യിലില്ലാത്തത് എന്താണെങ്കിലും നമുക്ക് ശോഭയുള്ളതായിട്ട് തോന്നുക, സ്വന്തമാക്കണം എന്നുള്ള വ്യഗ്രത ഉണ്ടാവുക. എന്നിട്ടോ കഷ്ടപ്പെട്ട് സ്വന്തമാക്കി കഴിഞ്ഞാലോ പിന്നെ അതിലൊരു ശോഭയും ഇല്ല എന്നും കാണുന്നു. അതിനെ പിന്നെ വിലയില്ലാതാവുന്നു. കാമുകിയായിരിക്കുമ്പോൾ നല്ല സുന്ദരിയായിരുന്നു, പറയാത്ത വാക്കുകളൊന്നുമില്ല, നല്ല നല്ല വാക്കുകൾ ഏതൊക്കെ ഡിക്ഷണറിയിലുണ്ടോ, ഏതൊക്കെ കവിതകളിലുണ്ടോ, ഏതൊക്കെ എന്താ പറയുക വലിയ വലിയ സാഹിത്യകാരന്മാരുടെ ഭാഷയൊക്കെ കടമെടുത്തുകൊണ്ട് കാമുകിയെ പുകഴ്ത്തും, തിരിച്ചും കാമുകനെയും പുകഴ്ത്തും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകളൊക്കെ എവിടെ പോയി എന്നറിയില്ല. ഇതുവരെ ഡിക്ഷണറിയിലും സാഹിത്യ പുസ്തകങ്ങളിലും ലൈബ്രറികളിലും ഒക്കെ തിരഞ്ഞു നടന്നിരുന്ന ആള് ഇപ്പോൾ സ്വന്തം സംസ്കാരത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ട് ചീത്ത വിളിക്കും. തനി നിറം. അപ്പോൾ ഒക്കെ ദൂരെയുള്ളപ്പോൾ മാത്രമേ ശോഭയുള്ളൂ. അക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഇൻഫാച്ചുവേഷൻ എന്ന് പറയുന്ന ഭ്രമം. അപ്പോൾ ആ ഭ്രമത്തെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവെയർനെസ് കൊടുക്കുക. അതിലുദ്ദേശിച്ച എന്താ പറയുക ആ ശോഭയൊന്നുമില്ല, ആരോപിതമായിട്ടുള്ള ശോഭയാണ്, കൽപ്പിതമായ ശോഭയാണ്. ആ കൽപ്പനയെ ഒന്ന് മാറ്റൂ, അതിൻ്റെ തനി നിറം കാണാം, യഥാതഥമായി വസ്തുതയെ കാണുക എന്ന്. അതാണ് വൈരാഗ്യം, പ്രതിപക്ഷ ഭാവന എന്നൊക്കെ നമ്മൾ ഭാഷ്യത്തിൽ കണ്ടു. അപ്പോൾ അതാണ് ഇവിടെ ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന്ന വശമാകച്ചേത് തൗ ഹ്യസ്യ പരിപന്തിനൗ. അതാത് ഇന്ദ്രിയങ്ങൾക്ക് അതാതിൻ്റെ വിഷയത്തിൽ കാലാകാലങ്ങളായി രാഗദ്വേഷങ്ങൾ ഉറച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ അടിമയാവാതിരിക്കുക, അതിനെ പതുക്കെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. കാരണം ഈ രാഗദ്വേഷങ്ങൾ ഈ വ്യക്തിയുടെ ശത്രുക്കളാകുന്നു, അവനെ അടിമപ്പെടുത്തുന്ന ശത്രുക്കളാകുന്നു. അവർ കള്ളന്മാരെ പോലെ നമ്മളെ വഞ്ചിച്ചു കളയും. ഭാഷ്യത്തിൽ ഇന്നലെ ഇതെല്ലാം കണ്ടു അല്ലേ. ശ്രേയോമാർഗസ്യ വിഘ്നകർത്താരൗ തസ്കരൗ ഇവ. നമ്മുടെ ശ്രേയോമാർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വിഘ്നം ഉണ്ടാക്കുന്നതാണ് ഈ രാഗദ്വേഷങ്ങൾ. തസ്കരന്മാരെ പോലെ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുതലൊക്കെ കള്ളന്മാർ അപഹരിച്ചെടുത്താൽ, വണ്ടിക്കൂലി പോലും ഇല്ലാതായാൽ, നമ്മുടെ പോക്കറ്റ് അടിച്ചു പോയാൽ, ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? അതുപോലെ തസ്കരൗ ഇവ. അപ്പോൾ എന്ത് വേണം? നിയന്ത്രിക്കണം. എന്നാൽ ഓവർ നിയന്ത്രണം പാടുകയും ഇല്ല. അടിച്ചമർത്തുന്നത് ആരോഗ്യകരമല്ല, അനാരോഗ്യകരമാണ്. അതിനാണ്
അനുവാദം തന്നിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമധർമ്മം. ആ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ തന്നെ ഓരോരുത്തരുടെയും വർണ്ണത്തിനും ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള പ്രായത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ആനുകൂല്യങ്ങൾ തന്നിരിക്കുന്നു. ഏത് വർണ്ണത്തിൽപ്പെടുന്നു, ഏത് തൊഴിൽ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള എക്സംഷൻസ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ നിയമങ്ങളല്ല. എക്സംഷൻസിനെയാണ് അനുവാദം എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിൽ. അനുവാദം എന്ന് പറഞ്ഞാൽ നിങ്ങളിതായിക്കോളൂ എന്ന് പറഞ്ഞ് കോംപ്രമൈസാണ്. കാരണം ആ അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ റിബലായി കളയും. അവൻ എല്ലാറ്റിനെയും എതിർക്കാൻ തുടങ്ങും. അപ്പോൾ ചില ഫ്രീഡം കൊടുക്കുക. ഇപ്പോൾ ടീച്ചർമാരായിട്ടുള്ളവർക്കറിയാം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചില കുട്ടികൾ ഭയങ്കര വികൃതികളായിരിക്കും, ഇരിക്കാൻ പൊറുതി ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വെറുതെ ഓടിയിട്ട് വരാൻ വേണ്ടിയിട്ട്, ടീച്ചർ ഒന്നിനു പോകാനൊന്നുമല്ല, അവന് ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഓടിയിട്ട് വരണം അവന് പുറത്ത്. അത്രയും നേരം കയറ് പൊട്ടിച്ചിട്ട് ഒന്ന് പുറത്ത് ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മൂത്രമൊഴിക്കാനൊന്നുമല്ല. അപ്പോൾ ടീച്ചർമാർക്ക് അറിയാം അവൻ്റെ ഒരു വെകിളി, അവൻ്റെ നേച്ചർ. അതുകൊണ്ട് അവനിവിടെ ഇരുന്നാൽ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന് ഓടിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശരി പോയിട്ട് വാന്ന് പറയും. അത് കണ്ടിട്ട് വേറെ കുട്ടികൾ ചോദിച്ചാൽ ചിലപ്പോൾ അയച്ചില്ല എന്നും വരും. കാരണം ആ കുട്ടികളെ അറിയാം, നീ അവിടെ ഇരിക്കേ എന്ന് പറയും. അപ്പോൾ ഓരോ കുട്ടികളെയും അനുസരിച്ചിട്ടാണ് അധ്യാപകർ അവരെ വിലയിരുത്തിയിട്ടുണ്ടാവും കുറച്ച് ദിവസങ്ങളുടെ പരിചയം കൊണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ പെരുമാറും. എല്ലാ കുട്ടികളെയും ഒരുപോലെയല്ല. ഒരേ തെറ്റുകൾ എല്ലാ കുട്ടികളും ചെയ്താൽ ഒരുപോലെയല്ല ശിക്ഷിക്കേണ്ടത്. ചില കുട്ടികൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്ര ഒരു രജോ ഗുണം നിറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടാവും. റെസ്റ്റ്ലെസ്, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയുന്ന ആ ഒരു രജോ ഗുണം പൂർണ്ണമായിട്ടുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അവരെ അതിനനുസരിച്ച് കുറച്ച് റിലാക്സ് ചെയ്യാൻ വിടണം. അല്ലെങ്കിൽ അവർ വേറെ അടുത്തുള്ള കുട്ടികളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങും. അല്ല പേനയോ പെൻസിലോ ഒക്കെ വെച്ച് അടുത്തുള്ള പിള്ളേരെ കുത്താനും അവരുടെ സ്വൈര്യവും കൂടി കളയും, അവർക്ക് പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്യും. നുള്ളും പിച്ച് മാന്തും ഒക്കെ ചെയ്യും. ആ നേരം പോയിട്ട് പുറത്ത് പോയിട്ടൊന്ന് ഓടിയിട്ട് വന്നാൽ അവൻ്റെ ആ ഒരു രജോ ഗുണം, കുറച്ച് എനർജി അങ്ങോട്ട് പുറത്തങ്ങോട്ട് യൂസ് ചെയ്തിട്ട് വന്നാൽ പിന്നെ അവൻ വന്ന് കുറച്ച് നേരം മിണ്ടാതിരുന്നോളും. അപ്പോൾ ആ ഒരു കുറച്ച് നേരത്തേക്കൊന്ന് ആ എനർജി എക്സോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അനുവാദം കൊടുക്കണം. അതിനാണ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് PT പീരീഡും അല്ലേ സ്പോർട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുന്നത്. എപ്പോഴും രാവിലെ പോയി 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ ഇരുന്ന് പഠിപ്പ് പറഞ്ഞിരുന്നാൽ നമുക്ക് ബോറടിക്കും കുട്ടികളായിരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പലതും തരുന്നു. സ്പോർട്സ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, സംഗീതം മുതലായതൊക്കെ ഉണ്ട് അല്ലേ. മ്യൂസിക് ടീച്ചറുണ്ട്, ഡ്രോയിങ് ടീച്ചറുണ്ട്, ക്രാഫ്റ്റ് ടീച്ചറുണ്ട്, PT മാഷുണ്ട്. ഒരു 7ാം ക്ലാസ് വരെ ഇതൊക്കെ ഒരു കമ്പൽസറി പോലെ നമുക്ക് എല്ലാ പീരീഡ് ഉണ്ട്. ആഴ്ചയിൽ 1-2 പീരീഡ് ഇതുണ്ടാവും മാറിയിട്ട്. ഒരു ദിവസത്തിൽ ഒരു പീരീഡെങ്കിലും ഇതുപോലൊരു റിലാക്സേഷൻ പീരീഡ് ഉണ്ടാവും. അത് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഫോക്കസ് ചെയ്ത് ബോർഡിലും നോക്കി ടീച്ചറുടെ വായിലും നോക്കി കണ്ണും തുറച്ചിരിക്കാൻ കുട്ടികൾക്ക് ആവില്ല. ഒരു 20 മിനിറ്റിൽ കൂടുതൽ ആർക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന നിങ്ങൾക്കും അത് കൂടി വന്നതാണ് നിങ്ങൾക്ക്. ഒരു മനുഷ്യന് ഒരു ആധ്യാത്മിക പ്രഭാഷണം സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് പോലും ഒരു 20 മിനിറ്റ് നല്ലോണം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ഒരു 3/4 മണിക്കൂർ കഷ്ടിച്ച് പിടിച്ചിരിക്കാം. മാക്സിമം ഒരു 1-1.5 മണിക്കൂർ വരെയൊക്കെ ഒരാളെ മെനക്കെടുത്താം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യണം, പിന്നെ ഒരു റിലാക്സേഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ സപ്താഹ വേദികളിലൊക്കെ പോയാൽ ആൾക്കാർ ഇരുന്ന് ഉറങ്ങുന്നത് കാണാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ വേറൊന്നിനും ചെയ്യാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും. കുറേയൊക്കെ കേൾക്കും, കുറേ ഉറങ്ങും. എന്നാൽ അത്രയും തീവ്രമായിട്ടുള്ള പഠിക്കണം,
ഓരോ വാക്കും വിലപ്പെട്ടതാണ് എന്നുള്ള ശ്രദ്ധയുള്ള ആൾക്കാർ മുമ്പിലിരുന്ന് ശരിക്കും ആചാര്യൻ്റെ വായിൽ നോക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പാരായണം ചെയ്യുമ്പോൾ ഒപ്പം പാരായണം ചെയ്യുന്നവരും, അത് നമ്മുടെ സ്റ്റുഡൻസ്. മറ്റ് പുറത്തുള്ള സപ്താഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ സപ്താഹത്തിന് വന്നാൽ ശരിക്കും പാരായണം ചെയ്യണം, അത് ഒപ്പം പാരായണം ചെയ്യണം, പഠിക്കണം എന്നുള്ള ശ്രദ്ധയോടുകൂടെ നോക്കിയിരിക്കും. കഥകൾ പറയുമ്പോൾ അത് മുഴുവൻ ഒപ്പിയെടുക്കും. അങ്ങനെയുള്ള നല്ല ആൾക്കാരും ഉണ്ട്. വല്ലപ്പോഴും നേരം പോക്കിന് വന്നിരിക്കുന്നവർ പുറകിലിരുന്ന് ഉറങ്ങും. അത് പാരുടെ ഇതാണെങ്കിലും സപ്താഹമാണെങ്കിലും, എത്ര നല്ല സപ്താഹമാണെങ്കിലും വല്ലപ്പോഴും വന്ന് എത്തി നോക്കാൻ വരുന്നവരുണ്ടാവും. വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് വന്നതാ, സപ്താഹം നടക്കണു, ഒന്ന് എത്തി നോക്കിയില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അവർ വന്നിരിക്കുമ്പോൾ അവർക്ക് ഇത് ഇത്ര നേരം പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടിയില്ലെങ്കിൽ തന്നെ ഉറങ്ങിപ്പോവും. ഇപ്പോൾ പറഞ്ഞു വന്ന മനുഷ്യന് സത്വഗുണം നിലനിർത്താൻ പ്രയാസമാണ്. സത്വഗുണം ഉണ്ടെങ്കിലേ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് മുഴുവൻ കേൾക്കാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ആ സത്വഗുണം കുറച്ച് കഴിയുമ്പോൾ തമസിലേക്ക് പോകും. അപ്പോൾ അതിനിടയ്ക്ക് രജസ് നല്ലതാണ്, ഇടയ്ക്ക് ചില ആക്ടിവിറ്റീസ് നല്ലതാണ്. ഒന്ന് എണീച്ച് പോയി നടന്നിട്ട് വരുന്നതൊക്കെ നല്ലതാണ്. രജസ് വർദ്ധിപ്പിക്കുക, എന്നിട്ട് രജസ്സിനെ പിന്നെ സത്വമാക്കി കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ സത്വത്തിൽ നിന്ന് നേരെ പോകുന്നത് തമസിലേക്കായിരിക്കും. അപ്പം ഇങ്ങനെ എന്താ പറയുക, കുട്ടികളെ നമ്മൾ എങ്ങനെയാണോ വല്ലാതെ സപ്രസ് ചെയ്യാതെ കുറച്ച് റിലാക്സേഷൻ കൊടുത്ത് ചില അനുവാദങ്ങളൊക്കെ കൊടുക്കുന്നത്, അതുപോലെ നമുക്കും ശാസ്ത്രങ്ങൾ അനുവാദങ്ങൾ തന്നിട്ടുണ്ട്, നമുക്കും റിലാക്സേഷൻസ് തന്നിട്ടുണ്ട്. അവനവൻ്റെ വർണ്ണാശ്രമ ധർമ്മം അതുപോലെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ എല്ലാവരും നൈഷ്ഠിക ബ്രഹ്മചാരിമാരായി, എന്താ പറയുക, തീവ്ര വൈരാഗികളായി, എന്താ പറയുക, പൂർണ്ണമായിട്ട് സുഖബ്രഹ്മർഷിയെ പോലെയോ സനകാദികളെ പോലെയോ ഇരിക്കാൻ സാധ്യമല്ല. അതിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നം ചെയ്യാം, ക്രമത്തിലെത്താം. അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം നമുക്ക്. 35-ാമത്തെ ശ്ലോകം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭാഷ്യകാരൻ ഒരു സെന്റൻസ് പറയുന്നു. തത്ര രാഗദ്വേഷ പ്രയുക്തോ മന്യതേ ശാസ്ത്രാർത്ഥം അപി അന്യത പരധർമ്മഃ അപി ധർമ്മത്വാത് അനുഷ്ഠേയ ഏവ ഇതി തത് അസത്. തത്ര ഇവിടെ രാഗദ്വേഷ പ്രയുക്ത, രാഗദ്വേഷത്താൽ ബാധിക്കപ്പെട്ടവൻ, പ്രയുക്തനായവൻ, നല്ല സ്വാധീനമുള്ളവൻ എന്ന് വെച്ചാൽ രാഗദ്വേഷം അവനെ വശീകരിച്ചിരിക്കുകയാണ്. അവൻ രാഗദ്വേഷങ്ങളുടെ വശമാണ്. മുമ്പ് പറഞ്ഞില്ലേ, തയോർന്ന വശമാകച്ചേതെന്ന്. എന്നാൽ അതിൽ വശത്ത് പെട്ടുപോയി. അങ്ങനെ രാഗദ്വേഷ വശംവദനായിട്ടുള്ള ഒരാൾ, രാഗദ്വേഷ പ്രയുക്ത മന്യതേ ശാസ്ത്രാർത്ഥം അഭി അന്യത, അയാള് ശാസ്ത്രാർത്ഥം അഭി അന്യതാ മന്യതേ, ശാസ്ത്രങ്ങളുടെ അർത്ഥങ്ങളെ അയാള് വിപരീതമായിട്ടൊക്കെ ധരിക്കും. അയാളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കും ശാസ്ത്രാർത്ഥങ്ങളെ. ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വളച്ചൊടിച്ചിട്ട് തൻ്റെ ഇഷ്ടത്തിനാക്കി മാറ്റിയെടുക്കുക. അയാളുടെ രാഗദ്വേഷത്തിനനുസരിച്ച് ശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ശാസ്ത്രാർത്ഥം അഭി അന്യതാ മന്യതേ, എന്നിട്ടോ പരധർമ്മ അഭി ധർമ്മത്വാത് അനുഷ്ഠേയ ഏവ. പരധർമ്മ അഭി, തൻ്റേതല്ലാത്ത പരധർമ്മത്തെ അത് ധർമ്മമാണ് എന്ന് വാദിച്ച് ധർമ്മത്വാത് അനുഷ്ഠേയ ഏവ, അനുഷ്ഠിക്കേണ്ടതാണ് എന്നൊക്കെ അവർ കരുതും, വാദിക്കും, അനുഷ്ഠിക്കും. അപ്പം തൻ്റേതല്ലാത്ത ധർമ്മത്തെ, പരധർമ്മത്തെ സ്വധർമ്മമെന്ന് വാദിച്ച് അത് നടപ്പിൽ വരുത്തുവാനായിക്കൊണ്ട് അവൻ ശ്രമിക്കും. അത് തദസത്, അത് ശരിയല്ല
എന്ന് ഭാഷ്യകാരൻ പറയണം. ഇറ്റ്സ് നോട്ട് റൈറ്റ്, ഇറ്റ്സ് നോട്ട് പ്രോപ്പർ. ഇത് രാഗദ്വേഷ പ്രയുക്തനായിട്ടുള്ള ഒരാൾ ശാസ്ത്രാർത്ഥത്തെ തെറ്റിദ്ധരിച്ച് പരധർമ്മത്തെ സ്വധർമ്മം എന്ന് വ്യാഖ്യാനിച്ച് പരധർമ്മം അനുഷ്ഠിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷ്യകാരൻ നമുക്ക് ആമുഖം തന്നു. ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത് എന്ന് പറയണം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സു അനുഷ്ഠിതാത് പറയുന്നു. സ്വധർമ്മഃ വിഗുണഃ അപി ശ്രേയാൻ. സ്വധർമ്മം വിഗത ഗുണമായിട്ടുള്ളതാണെങ്കിലും എന്ന് വെച്ചാൽ ഗുണം കുറഞ്ഞതാണെങ്കിലും അതാണ് ശ്രേയസ്കരം, ശ്രേഷ്ഠതരം. ഏതിനേക്കാൾ? സു അനുഷ്ഠിതാത് പരധർമാത്. നല്ല രീതിയിൽ അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാൾ അവനവൻ്റെ സ്വധർമ്മം അത് ഗുണം കുറഞ്ഞതാണെങ്കിലും അതാണ് നല്ലത്. അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച ധർമ്മമാണ് സ്വധർമ്മം. ഓരോരുത്തർക്കും സ്വഭാവമുണ്ടാകും. ആ സ്വഭാവത്തിനനുസരിച്ച് വേണം അവനവൻ്റെ ധർമ്മം നിശ്ചയിക്കാൻ. അല്ലാതെ തൽക്കാലമുണ്ടാകുന്ന ചില ഫാൻറ്റസി, ചില ഫാൻസി ഭ്രമം, അതുകൊണ്ട് മറ്റതാണ് നല്ലത്, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അതിലേക്കൊക്കെ എടുത്ത് ചാടിപ്പോവുക. അതിനുള്ള ശരിയായിട്ടുള്ള ശ്രദ്ധയോ കപ്പാസിറ്റിയോ ഇല്ലാതിരിക്കുക. കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോഴത്തെ ഒരു എടുത്തുചാട്ടം കൊണ്ട് പോയതാണ്. അപ്പോൾ ഒരു രുചി തോന്നി, ഇപ്പം എനിക്കിതാണ് നല്ലത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോവുക. എന്നാൽ അവനവൻ്റെ സ്വഭാവം എന്താണെന്നോ സ്വഭാവത്തിന് ഇണങ്ങുന്ന കർമ്മം ഏതാണെന്നോ അയാൾക്ക് തന്നെ ചിലപ്പോൾ നിശ്ചയം ഉണ്ടാവില്ല. ചിലർക്ക് നിശ്ചയം ഉണ്ടെങ്കിലും മറ്റുള്ളവർ പറയുന്നു ഇന്ന കർമ്മമാണ് നല്ലത് എന്ന്. ഇപ്പോൾ അർജുനൻ സ്വയം ചോദിച്ചില്ലേ ഭഗവാനോട്? അർജുനൻ എന്താ ഭഗവാനോട് ചോദിച്ചത്? ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം യോജയസി കേശവ. ചോദിച്ചില്ലേ? അങ്ങ് പറയണു കർമ്മത്തെക്കാൾ ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന്. ജായസി കർമ്മണഃ കർമ്മണഃ ജായസി ബുദ്ധിഹി ഇതി അങ്ങ് തന്നെ പറഞ്ഞു. കഴിഞ്ഞ അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചു. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന. അപ്പൊ പിന്നെ തത് കിം, എന്തുകൊണ്ട്? ഘോരേ കർമ്മണി മാം നിയോജയസി, ഘോരമായിട്ടുള്ള കർമ്മത്തിൽ, നിന്ദ്യമായിട്ടുള്ള കർമ്മത്തിൽ എന്നെ നിയോഗിക്കുന്നത്, എന്നെ ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ ചേർത്തിക്കൂടെ? എന്നെ ഈ കർമ്മത്തിൻ്റെ സ്കൂളിലേക്ക് എന്തിനാ അഡ്മിറ്റ് ചെയ്യുന്നത്? അല്ലേ? അർജുനൻ ചോദിച്ചു. കാരണം അർജുനന്റെ ഉള്ളില് മനസ്സിലായി ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് ഭഗവാന്റെ വാക്കുകളിൽ നിന്ന്. ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠം, കർമ്മയോഗം അതിൽ താഴെയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അപ്പോൾ എന്തുകൊണ്ട് എന്നെ നിർബന്ധിക്കുന്നു? എന്നെയും ആ സ്കൂളിലേക്ക് ചേർക്കൂ, എന്നെയും സന്യസിക്കാൻ അനുവദിക്കൂ. അർജുനന് തോന്നിപ്പോയി. പരധർമ്മമാണ് ശ്രേഷ്ഠം എന്ന് അർജുനന് തോന്നി. കാരണം അർജുനന് സ്വധർമ്മം നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പിന്നെ ചോദിച്ചു, എനിക്കെന്താണ് ശ്രേയസ്കരം എന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. അതാണ് ഭാഗ്യം, അല്ലേ? ഈ 3-ാം അധ്യായം തുടങ്ങിയപ്പോൾ ചോദിച്ചില്ലേ? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദതിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം.
അതുകൊണ്ട് അർജുനന് കുറച്ചെങ്കിലും വിവരമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ഏന ശ്രേയോഹമാപ്നുയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. യാതൊന്നുകൊണ്ട് എനിക്ക് ശ്രേയസിനെ പ്രാപിക്കാം, അത് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. അപ്പൊ അവിടെ ബുദ്ധി വച്ചു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്താണ് ജ്ഞാനമാണ് ശ്രേഷ്ഠം കർമ്മത്തെക്കാൾ എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ കർമ്മത്തിലേക്ക് തന്നെ പോകാമെന്ന് കരുതിയെങ്കിലും സംശയമുണ്ടായി. പക്ഷേ ഭഗവാനോട് ചോദിച്ചു. അതാണ് അർജുനന്റെ നന്മ. അല്ലെങ്കിൽ അർജുനൻ സ്വയം തീരുമാനിച്ചിട്ട് പറയണ്, ഭഗവാനെ ഞാൻ ജ്ഞാനമാർഗമേ സ്വീകരിക്കുള്ളൂ, എനിക്ക് കർമ്മം ചെയ്യാനൊന്നും വയ്യ, എന്നെ എൻ്റെ പാട്ടിന് വിടൂ എന്ന് പറഞ്ഞ് ഭഗവാനോട് അർജുനൻ വാശി പിടിച്ചിരുന്നെങ്കിലോ ഭഗവാൻ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഭഗവാൻ ഉപദേശിച്ചത് അർജുനൻ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കുടം കമഴ്ത്തി വെള്ളമൊഴിക്കലാവും. അപ്പൊ ഇവിടെ അർജുനൻ റിസീവ് ചെയ്യാൻ തയ്യാറായി. അർജുനൻ ഭഗവാന്റെ ഒപ്പീനിയൻ ചോദിച്ചു. എനിക്കിപ്പോ നിശ്ചയിക്കാൻ കഴിയുന്നില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, സോ അങ്ങ് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. നിശ്ചിത്യ ഏകം വദ ഏന ശ്രേയ അഹം ആപ്നുയാം. യാതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസിനെ പ്രാപിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരൂ എന്ന് പറയാനുള്ളൊരു ഒരു ബുദ്ധി അർജുനനുണ്ടായി. അതാണ് അർജുനന്റെ മഹത്വം. അതുകൊണ്ട് ഭഗവാന് തുടർന്ന് പറയാൻ പറ്റി, അർജുന, 2 മാർഗങ്ങളുണ്ട്, പ്രവൃത്തി, നിവൃത്തി. അതിൽ ഇന്നവർക്കാണ് പ്രവൃത്തി, ഇന്നവർക്കാണ് നിവൃത്തി. നിനക്ക് പ്രവൃത്തിയെ ചേരൂ എന്നുറപ്പിച്ച് ഭഗവാന് പറഞ്ഞു കൊടുക്കാൻ പറ്റി. നീ പ്രവൃത്തിക്കാണ് അധികാരി, നീ കർമ്മയോഗത്തിനാണ് അധികാരി, നീ ജ്ഞാനയോഗത്തിന് അധികാരിയല്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പം അതുപോലെ സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള സ്വധർമ്മത്തെ തിരഞ്ഞെടുക്കാൻ പണ്ടൊക്കെ ഗുരുനാഥന്മാർ സഹായിക്കുമായിരുന്നു. ഒരു കുട്ടിക്ക് എന്താണ് അവൻ്റെ വാസന എന്ന് ഗുരുകുലത്തിൽ 12 കൊല്ലം താമസിക്കുമ്പോൾ ആ ഗുരുവിനറിയാം കുട്ടിയുടെ ടെൻഡൻസീസ്, അയാളുടെ ടേസ്റ്റ്, അയാളുടെ ആപ്റ്റിറ്റ്യൂഡ്. അത് മനസ്സിലാക്കിയിട്ട് ഏത് തൊഴിലിൽ അവൻ ശോഭിക്കും, ഏത് ജീവിത രീതി അയാൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് ഗുരുക്കന്മാർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. കരിയർ ഗൈഡൻസ്. ഇന്ന് നമ്മൾ കരിയർ ഗൈഡൻസ് ചെയ്യുന്നത് അടുത്ത വീട്ടിലെ കുട്ടികളെ നോക്കിയിട്ടാണ്. അടുത്ത വീട്ടിലെ കുട്ടി MBBSന് ചേർന്നു, നമ്മൾ അതിലൊട്ടും മോശമാവാൻ പാടില്ല, നീ എന്നെ നാണം കെടുത്തരുത് കേട്ടോ. ഇതാണ് അമ്മമാര് പറയുന്ന കുട്ടികളോട്. അവൻ ഇത്രാമത്തെ റാങ്ക് വാങ്ങിച്ചു, നീ അതിലും ഒരു 2 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങിച്ചിട്ട് വരണം, അവനേക്കാൾ കൂടിയ റാങ്ക് വാങ്ങിക്കണം, അവൻ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നീ അതിലും കൂടിയത് വാങ്ങിക്കണം, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു തരും. നിനക്കതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്തിട്ടെങ്കിലും എൻ്റെ പ്രസ്റ്റീജിന് വേണ്ടി നിന്നെ മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തേരിക്കൂ, അല്ലേ? സഹോദരിമാരുടെ മക്കൾ തമ്മിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട്, എനിക്കറിയാം. കസിൻസിൻ്റെ മക്കൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ അനിയത്തിയുടെ അല്ലെങ്കിൽ ഏടത്തിയുടെ കുട്ടി എൻജിനീയറിങ്ങിന് ചേർന്നു. അനിയത്തിയുടെ കുട്ടിക്ക് അതിനുള്ള മാർക്കോ താല്പര്യമോ ഇല്ല, അവൻ വെറും BAക്ക് ചേർന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി ഗെറ്റ് ടുഗെദറിലൊക്കെ വല്ല വിവാഹങ്ങളിലോ പിറന്നാളുകൾക്കോ ഒക്കെ ഒന്നിച്ച് ചേരുമ്പോൾ നീ എന്താ പഠിക്കണേ? ഞാൻ BTechന് പഠിക്കുക എന്ന് ആ ഏടത്തിയുടെ മകൻ പറയുമ്പോൾ അനിയത്തിയുടെ മകനോട് ചോദിക്കും, നീ എന്താ പഠിക്കണമെന്ന് വേറൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ BAക്ക് പഠിക്കുക. കോംപ്ലക്സായി. ധൈര്യമായിട്ട് പറയണ്ടേ, ഞാൻ BA ഇന്ന സബ്ജക്റ്റാണ് പഠിക്കണത്, എനിക്കതാണ് താല്പര്യം. ഒരു ഇടക്കാല തലമുറകൾ ഇതായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റം വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ കുറച്ച് ധൈര്യമായിട്ട് അച്ഛനമ്മമാരോട് പറഞ്ഞ് ഞങ്ങൾക്കിഷ്ടം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ കരിയർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് വിവരം കുറവാണെങ്കിൽ
മക്കൾ അതിൽ തീരുമാനിച്ച്, ചില നല്ല കുട്ടികൾ അവർക്ക് തീരുമാനിക്കാൻ പറ്റും, സ്വയം തീരുമാനിക്കാൻ നല്ല കുട്ടികൾക്ക് പറ്റും. അവർ മറ്റുള്ളവരുടെ നിർബന്ധത്തിനൊന്നും വഴങ്ങില്ല. അച്ഛനമ്മമാർക്ക് കുട്ടികളെ IAS ആക്കണം, IPS ആക്കണം, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണം, ഇങ്ങനെയൊക്കെയാണ് അവരുടെ നോട്ടം. അവരുടെ എന്താ പറയുക, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുട്ടിയുടെ കപ്പാസിറ്റി എന്താണ്, കുട്ടിക്ക് ഏതിലാണ് ടേസ്റ്റ്, അവൻ്റെ സ്വഭാവം എന്താണ്, ഏത് രംഗത്ത് അവൻ എൻജോയ് ചെയ്യും, ഏത് കരിയർ അവൻ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും, അവന് അനായാസമായി അത് ഉൾക്കൊള്ളാൻ കഴിയും, ഏത് രംഗത്ത് അവൻ ശോഭിക്കും, അവന് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിൽക്കാൻ പറ്റും. കാരണം അവൻ്റെ സ്വഭാവം ഉണ്ടെങ്കിലേ അവൻ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് രംഗത്ത് അവന് സ്വഭാവമുണ്ടോ അപ്പോഴേ അവൻ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ രംഗത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണെങ്കിൽ, ഞാൻ ഈ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യുന്നു. ഈ ടീച്ചിങ് എന്നുള്ളത് ഞാൻ എൻജോയ് ചെയ്യുന്നു. ഈ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. അതിൽ നിന്ന് വേറൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. വേറെയുള്ളതൊക്കെ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് മാത്രമാണ്. എന്തെങ്കിലും ദക്ഷിണ കിട്ടുന്നതോ വരുമാനം വരുന്നതോ പേരും പ്രശസ്തി ഉണ്ടാകുന്നതോ ഒക്കെ അത് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് മാത്രമാണ്. വരുമാനം ഉണ്ടാക്കാമാണെങ്കിൽ വേറെയും ബിസിനസ്സുകളൊക്കെ നമുക്കറിയാം. ഇതിനേക്കാൾ വേഗത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ബിസിനസ്സുകളൊക്കെ അറിയാം. ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ചെയ്തു എന്നും വരും. അതിനുള്ള കഴിവുമൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ രുചിയില്ല. മനസ്സിലായില്ലേ? വേറെ ഏത് ജോലി എടുക്കാനും കഴിവുണ്ട്, അറിവുണ്ട്, സാധിക്കും, പക്ഷെ രുചിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? വേറൊന്നിലും രുചിയില്ലാത്തത് കൊണ്ടാണ് ഈ രംഗം തെരഞ്ഞെടുത്തത് തന്നെ. പലരും ചോദിക്കാറുണ്ട്, സ്വാമിജി നേരത്തെ അധ്യാപകനായിരുന്നോ, ടീച്ചറായിരുന്നോ എന്ന്. പലരും പറഞ്ഞിട്ടുണ്ട് യു ആർ എ ബോൺ ടീച്ചർ എന്ന്. ഞാൻ ടീച്ചറൊന്നും ആയിരുന്നില്ല. ഞാൻ B.Ed ഒന്നും പഠിച്ചിട്ടില്ല, ടീച്ചറായിട്ടില്ല. പക്ഷേ ഈ രംഗത്തേക്ക് വന്നു, പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു വിഷനുണ്ട് എങ്ങനെ പഠിപ്പിക്കണമെന്ന്. അത് വെച്ചിട്ട് പഠിപ്പിക്കണം, അത് എൻജോയ് ചെയ്യുന്നു. ആരെയും അനുകരിക്കലല്ല, ആരെയും അനുകരിക്കാറില്ല, ആരെയും അനുകരിക്കാൻ അറിയൂല്ല, ഇഷ്ടവുമല്ല. സ്വന്തം സ്റ്റൈലിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഞാൻ എൻജോയ് ചെയ്ത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും, എത്ര ദിവസം വേണമെങ്കിലും തുടർച്ചയായിട്ട് പഠിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പൊ അതെന്താണ്, എന്തുകൊണ്ടാണത്? അത് നമ്മുടെ സ്വഭാവമായതുകൊണ്ട്. അതിലാണ് നമുക്ക് രുചി. വേറെ ഏത് ജോലിക്ക് പോയാലും നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വേറെ ഏത് വിഷയമെടുത്താലും ഇതുപോലെ രുചി ഉണ്ടാവില്ല നമുക്ക്. ഇനിയിപ്പോൾ ഈ വിഷയത്തിന് പകരം, ആധ്യാത്മികമായിട്ടുള്ള വിഷയത്തിന് പകരം ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ പഠിപ്പിക്കാനൊക്കെ അറിയാം, പക്ഷെ അതിൽ എനിക്ക് രുചി ഉണ്ടാവണില്ല. ഞാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ പഠിപ്പിക്കുമ്പോൾ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പാസ്സായിട്ടുണ്ട് നന്നായിട്ട്. അത് നേരം പോക്കായിട്ട്. അതിൽ പക്ഷേ രുചിയില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ആശ്രമത്തിൽ തന്നെയുള്ള ഹോസ്റ്റലിൽ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരുടെ സബ്ജക്റ്റുകൾ എടുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിൽ താല്പര്യം വരുന്നില്ല. ഈ വിഷയത്തിലാണ് താല്പര്യം. അപ്പോൾ എൻ്റെ രുചിയാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു
എന്താ പറയുക, ദീർഘകാലം നമുക്കത് നിലനിർത്താൻ പറ്റുന്നത്, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വഭാവം മാത്രം. നമ്മുടെ സ്വഭാവം അല്ലാത്തതൊന്നും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള തൊഴിൽ, അവരുടെ ഉപജീവന മാർഗം, അവരുടെ കരിയർ അവരവർ തിരഞ്ഞെടുത്താൽ അത് അവരവർക്ക് ശ്രേയസ്കരമാകും. നേരെ മറിച്ച് മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് അസൂയ കൊണ്ടും കുനിഷ്ഠ കൊണ്ടും മത്സരബുദ്ധി കൊണ്ടും സമൂഹം ഇതിനെയാണ് മാനിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്, മറ്റത് മോശമാണ് എന്ന് വിചാരിച്ചിട്ട്, ഈ തൊഴിൽ മോശമാണ്, ആ തൊഴിൽ മോശമാണ്, എഞ്ചിനീയറും ഡോക്ടറും IPS-ഉം IAS-ഉം ഇതൊക്കെ ആവുന്നത് മാത്രമാണ് നല്ലത് എന്നൊക്കെ വിചാരിക്കുന്നത് മൂഢത്തരമാണ്. എല്ലാ തൊഴിലിനെയും നമ്മൾ ബഹുമാനിക്കണം, അംഗീകരിക്കണം, നമുക്കതിൽ അഭിമാനമുണ്ടാവണം, സെൽഫ് എസ്റ്റീം. ആരെന്ത് തൊഴിൽ ചെയ്യുമ്പോഴും എനിക്ക് സന്തോഷം നൽകുന്ന തൊഴിൽ ഞാൻ ചെയ്യുന്നു. ഒരു കൃഷി ജോലി ചെയ്യുന്ന ഒരാൾ ആ കൃഷിപ്പണിയിൽ ആസ്വദിക്കണം. ഒരു ഡോക്ടറായിരിക്കുന്ന ഒരാൾ അത് എൻജോയ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് അതൊരു ഭാരമായിട്ട് തോന്നില്ല. അപ്പോൾ അയാൾ അമിതമായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കില്ല. അയാൾ സ്വയം എൻജോയ് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അതിൻ്റെ ലോഡ് ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ മേലെ അതിൻ്റെ ഭാരം ചുമത്തി കൊടുക്കില്ല. അപ്പോൾ കൈക്കൂലി വാങ്ങിക്കില്ല, അമിതമായ വില വാങ്ങിക്കില്ല ഓരോ കാര്യത്തിനും. കാരണം തനിക്ക് ഓൾറെഡി ആനന്ദം കിട്ടുന്നുണ്ട് താൻ ചെയ്യുന്ന തൊഴിലിൽ നിന്ന്. ഇനി അതിൻ്റെ എന്താ പറയുക, ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടിങ്, തൻ്റെ ജീവിതം കൊണ്ടുപോകാൻ വേണ്ടത് മാത്രമേ തനിക്ക് വേണ്ടൂ. അല്ലാതെ വലിയ എന്താ പറയുക, അനേക തലമുറകൾക്കുള്ളതൊന്നും തനിക്ക് സമ്പാദിക്കാനുള്ള കൊതിയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വഴിവിട്ട രീതിയിൽ അഡ്മിഷൻ നേടി MBBS-നും എൻജിനീയറിങ്ങിനും ഒക്കെ കുറേ ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്ത്, കുറേ ഫീസ് കൊടുത്ത് വലിയ വലിയ കോളേജുകളിലൊക്കെ കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എത്ര ലക്ഷങ്ങൾ ചിലവാക്കിയോ അതിൻ്റെ പലിശ അടക്കം ഉണ്ടാക്കാനുള്ള തിരക്കായി. അത് എത്രയും വേഗം 1 കോടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 2 കോടി വേഗം ഉണ്ടാക്കണം. അപ്പോൾ ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് എല്ലാ ടെസ്റ്റുകളും എല്ലാ മരുന്നുകളും ഒരേ രോഗിയുടെ മേലെ തന്നെ അടിച്ചേൽപ്പിക്കുന്ന ഡോക്ടർമാരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ ആ പ്രൊഫഷനെ മെറിറ്റിലൂടെ വന്ന് അധികം കാശ് ചെലവാക്കാതെ സ്വന്തം കഴിവ് കൊണ്ട് പഠിച്ചു വന്നിട്ടുള്ള, അത് എൻജോയ് ചെയ്യുന്ന ഒരു നല്ല ഡോക്ടറാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ മര്യാദയ്ക്കുള്ള ഒരു ഫീസ് വാങ്ങിക്കും. അതിനോട് ശരിക്കുള്ള ആ രോഗിയുടെ രോഗം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്ന് മാത്രം കൊടുക്കും. അനാവശ്യ ടെസ്റ്റുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഇനി അങ്ങനൊരു ഹോസ്പിറ്റലിലാണ് താൻ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അയാളെ പ്രഷറൈസ് ചെയ്താൽ അയാൾ ജോലി റിസൈൻ ചെയ്തു പോകും. ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണല്ലോ അവർ വാങ്ങിച്ചിട്ടുള്ള മെഷീനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, അതിനുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർ കോടികൾ മുടക്കി ഉപകരണങ്ങളും ആശുപത്രിയും പണിതിട്ടു. അപ്പോൾ അത് വേഗം മുതലാക്കണം. അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇമ്പോർട്ട് ചെയ്ത മെഷീൻസൊക്കെ ആയിരിക്കും. അതിനെ വേഗം കാശ് മുതലാക്കാൻ, പലിശ അടക്കം മുതലാക്കി പിന്നെ ലാഭത്തിലാക്കാൻ വരുന്നവരുടെ തലയിൽ എല്ലാം അടിച്ചേൽപ്പിക്കുന്ന ആ പ്രവണതയാണ് പല ഹോസ്പിറ്റലുകളിലും. മാനേജ്മെന്റ് ഡോക്ടർമാരുടെ തലയിലാണ് അതിൻ്റെ പ്രഷർ കൊടുക്കുക. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്ര പ്രിസ്ക്രിപ്ഷൻ ഇന്ന വഴിക്ക് വരണം, ഇന്ന ലാബിലേക്ക്, ഇന്ന മെഷീനിലേക്ക്, ആ സ്കാന് ഈ സ്കാന് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തൊക്കെ മെഷീൻ ഉണ്ടോ അതിനൊക്കെ പണി കൊടുക്കണം. വൈകുന്നേരം വരെ അതിനൊരു സ്റ്റാഫിനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കും പണി കൊടുക്കണ്ടേ, അയാൾക്ക് ശമ്പളം കൊടുക്കേണ്ടതല്ലേ. അയാൾ വെറുതെ ഈച്ചയായിട്ട് ഇരുന്നാൽ പറ്റില്ലല്ലോ. ആ ടെക്നീഷ്യനും പണി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് കച്ചവടമായി മാറുന്നത് എന്തുകൊണ്ട്? അതിൽ താല്പര്യമില്ലാത്ത ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, വെറും ലാഭം മാത്രം നോക്കിക്കൊണ്ട്, സ്വാർത്ഥത മാത്രം നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാ രംഗത്തും ഇങ്ങനെ അഴിമതിയും കൊള്ളരുതായ്മകളും വളർന്നു വരുന്നത് അവരവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, അയാൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അയാൾ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
തനിക്ക് എവിടെ പോയാലും ഈ ജോലി ചെയ്യാമെന്നുള്ള തൻ്റെ കയ്യിലുള്ള ആ വിദ്യയുടെ മഹത്വവും ആത്മവിശ്വാസവും കൊണ്ട് അയാൾ എവിടുന്ന് റിസൈൻ ചെയ്യാനും തയ്യാറാവും. നിങ്ങളുടെ ആട്ടത്തിനാടാൻ എന്നെ കിട്ടില്ല, എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, സൗകര്യമില്ലെങ്കിൽ ഇതാ പിടിച്ചോളൂ റിസൈനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മൂടും തട്ടിപ്പോകാൻ നല്ല തൻ്റേടികളായിട്ടുള്ള മെറിറ്റുള്ള കുട്ടികൾക്ക് പറ്റും. അവർക്ക് എവിടെ പോയാലും സ്ഥാനമുണ്ട്. ഇതുപോലെയുള്ള പ്രൈവറ്റിൽ പോകണ്ട, അവർക്ക് അതല്ലാതെയുള്ള സ്ഥാനങ്ങൾ കിട്ടും. അവർക്ക് കൊള്ള ലാഭം പ്രതീക്ഷയില്ല. അപ്പം അങ്ങനെ വേണം വരാൻ. ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ എല്ലാം മത്സരമായി മാറിയിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള മത്സരം, അനാരോഗ്യകരമായിട്ടുള്ള മത്സരം. സ്വധർമ്മം എന്തെന്ന് ആർക്കും അറിയില്ല. മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാനുള്ള ശ്രമം, കോപ്പിയടിക്കാനുള്ള ശ്രമം. അടുത്ത വീട്ടിലുള്ള കുട്ടി ഡോക്ടറായാൽ ഞാൻ അതിലും വലിയവനാവും, എൻ്റെ വല്യമ്മയുടെ മകൻ ഡോക്ടറായാൽ ഞാൻ അതിലും വലിയവനാവും, ഇങ്ങനെയുള്ള മത്സര ബുദ്ധി. അല്ലാതെ കുട്ടികൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കുന്നില്ല. അച്ഛനമ്മമാരാണെങ്കിലും ചിലപ്പോൾ സ്വയം കുട്ടികളും ഈ ഫാൻസിയിൽ പെട്ടുപോകും. ഈ ഒരു ക്രൈസ് അവർക്കും വന്നു പോകും. ശരിക്കും അവരെയൊക്കെ എന്താണ് നല്ലത്, അവരുടെ സ്വഭാവം എന്താണ്, അവർക്ക് ഏത് രംഗത്ത് അവർക്ക് ശോഭിക്കാൻ പറ്റും, സ്ഥിരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അവനവൻ്റെ വർണ്ണം. അവനവൻ്റെ വർണ്ണം അവനവൻ നിശ്ചയിക്കണം. അധ്യാപകനായാൽ ശോഭിക്കുമോ, അതോ ബിഷഗ്വരനായാൽ ശോഭിക്കുമോ? ഇനി ചിലരുണ്ട് ഡോക്ടറാവാൻ മെനക്കെട്ടിട്ട് മാർക്കും കിട്ടുന്നില്ല, അഡ്മിഷനും കിട്ടുന്നില്ല, അവസാനം നിവൃത്തിയില്ലാതെ MBBS കിട്ടിയില്ലെങ്കിൽ എന്നാൽ പിന്നെ കിടക്കട്ടെ BA MS അതും കിട്ടിയില്ലെങ്കിൽ ഹോമിയോ, ഇങ്ങനെ എന്തെങ്കിലും പേരിൽ ഡോക്ടറായിട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ട് അസ്വസ്ഥരായിട്ട് നടക്കുന്ന ആൾക്കാരുമുണ്ട്. അവനവൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയുക, ഏത് രംഗത്ത് ശോഭിക്കാൻ പറ്റുമെന്ന് നിശ്ചയിക്കുക, എന്നിട്ട് അവനവൻ്റെ കഴിവിന് പറ്റുന്ന ജോലി ചെയ്യുക. ഇതായിരുന്നു പണ്ടത്തെ കരിയർ ഗൈഡൻസ്. ഇന്നത് മാറി, ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ശരിയായ കരിയർ ഗൈഡൻസ് ആണെങ്കിൽ, കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യണമെങ്കിൽ അത് വർണ്ണധർമ്മമായി. അത് തന്നെയാണ് പഴയ വർണ്ണധർമ്മം എന്ന് പറയുന്നത്. വർണ്ണധർമ്മത്തിൻ്റെ മോഡേൺ വേർഷനാണ് കരിയർ ഗൈഡൻസ്. പ്രോപ്പർ കരിയർ ഗൈഡൻസ്, സക്സസ്ഫുൾ കരിയർ ഗൈഡൻസ്, അത് വർണ്ണധർമ്മമാണ്. അവിടെ വർണ്ണം എന്ന് പറഞ്ഞു, ഇവിടെ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ആ കരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞു. ആ ഓപ്ഷൻ തന്നെയാണ് വർണ്ണം. രണ്ടും വ്യത്യാസമില്ല. അപ്പോൾ വർണ്ണാശ്രമധർമ്മം എന്നത് എന്തോ നിന്ദ്യമായിട്ടുള്ളതൊന്നല്ല, വലിച്ചെറിയാനുള്ളതല്ല. അത് സയൻറ്റിഫിക്കാണ്, അത് സൈക്കോളജിക്കലാണ്, അത് ഹെൽത്തിയാണ്, അത് ലോകത്തിനും വ്യക്തിക്കും നല്ലതാണ്. അതിനെ അറിയണം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ സ്വധർമ്മ ദ്വിഗുണ അപ്പി അനുഷ്ഠിതാത് പരധർമാത് ശ്രേയാൻ. ഗുണം കുറഞ്ഞതാണെങ്കിലും അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മമുണ്ടല്ലോ, അത് മറ്റൊരാളുടെ ധർമ്മം നമ്മൾ തൽക്കാലം എത്ര നന്നായിട്ട് അനുഷ്ഠിച്ചാലും അതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. അർജുനോട് ഭഗവാൻ പറയുന്നു, സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മേ, അവനവൻ്റെ സ്വധർമ്മം ചെയ്യുമ്പോൾ അതിൽ നിധനം എന്നാൽ മരണം സംഭവിച്ചാൽ പോലും അത് ശ്രേയസ്കരമാകുന്നു, ശ്രേഷ്ഠമാകുന്നു. കാരണം അവൻ തൃപ്തിയോട് കൂടിയിട്ടാണ് മരിക്കുന്നത്. അവൻ അടുത്ത ജന്മം ഇവിടെ നിന്നുള്ള തുടർച്ചയായിരിക്കും. എവിടെയാണോ അവൻ മരിച്ചു പോയത് അതിൻ്റെ ക്യാരി ഫോർവേഡായിരിക്കും അടുത്ത ജന്മം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. നമ്മുടേതല്ലാത്ത, നമ്മുടെ സ്വഭാവത്തിന് നിരക്കാത്തതായിട്ടുള്ള ജോലിയുണ്ടല്ലോ, നമ്മുടെ ധർമ്മമുണ്ടല്ലോ, അത് എപ്പോഴും ദുഃഖപ്രദമാണ്, ഭയത്തെ ആവഹിക്കുന്നതാണ്, നമുക്ക് അസ്വസ്ഥതകളെ ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ അവിടെ ഫിറ്റല്ല.
ഫിറ്റല്ലാത്തടത്ത് നമ്മൾ ഇരുന്നാൽ നമുക്ക് എപ്പോഴും ഇളക്കമുണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് കോൺഫിഡൻസ് ഉള്ളിടത്ത്, നമ്മൾ എവിടെയാണോ നമ്മൾ ഫിറ്റാകുന്നത് അവിടെ വേണം നമ്മൾ ഇരിക്കാൻ, അവിടെ വേണം നമ്മൾ തുടരാൻ. അല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥതകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ഇന്നിപ്പോൾ പിൻവാതിൽ നിയമനങ്ങളുടെ കാലമാണല്ലോ എല്ലായിടത്തും. പിൻവാതിലുകളിലൂടെ ഓരോ സ്ഥാനത്ത് വന്ന് അവർക്കൊന്നും അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവരുടെ ആ അസ്വസ്ഥതകൾ അത് ഏത് ജോലിയാണോ ചെയ്യുന്നത് അവിടെ കാണും. അവിടെ വരുന്ന ആളുകൾ ബാധിക്കപ്പെടും അതുകൊണ്ട്. അപ്പോൾ മെറിറ്റ് തന്നെയാണ് എല്ലായിടത്തും സ്വീകരിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡം. മെറിറ്റിലൂടെ മാത്രമേ ഒരു സ്ഥാപനം നന്നാവുള്ളൂ, ഒരു വ്യക്തിക്ക് വളരാൻ കഴിയുള്ളൂ, ഒരു രാജ്യത്തിന് ഐശ്വര്യമുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ സംവരണം എന്നുള്ളതായിട്ടുള്ള വ്യവസ്ഥ 75 കൊല്ലമായി ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടേ എന്നാണ് സുപ്രീം കോടതി വരെ നാളെ ചോദിച്ചത്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതായിട്ടുള്ള സമയത്ത്, ഭരണഘടനയൊക്കെ എഴുതി വെച്ചതായിട്ടുള്ള സമയത്ത് അന്നത്തെ വീക്ഷണമുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർ. അംബേദ്കറെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ കൂടി തന്നെയാണ് എഴുതി വെച്ചത്. അതുവരേക്ക് സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട പല കാരണങ്ങളെ കൊണ്ടും അവർക്ക് മുൻനിരയിലേക്ക് വരാൻ അവസരം ഉണ്ടായിരുന്നില്ല, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല, അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് വികസിക്കാൻ, അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനായി കൊണ്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. തൽക്കാലം കുറച്ച് അവർക്ക് വേണ്ടി നമ്മൾ കരുതൽ കൊടുക്കുക, അവർക്ക് സംവരണം കൊടുത്തുകൊണ്ട് അവരെ മുന്നിലോട്ട് കൊണ്ടുവന്ന് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും ഒപ്പം സ്റ്റാറ്റസ് ആകുമ്പോൾ പിന്നെ ഒരു 50 കൊല്ലത്തേക്ക് എന്നാണ് അന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഒരു 50 കൊല്ലത്തേക്ക് ഇങ്ങനെയുള്ള സംവരണങ്ങളാവാം എന്ന് ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 1997 50 കൊല്ലം കഴിഞ്ഞു. 2000 വരെ എന്ന് വിചാരിച്ചാൽ 2000 കഴിയുമ്പോൾ പുതിയ മില്ലേനിയം ആരംഭിക്കുമ്പോൾ അതൊക്കെ മാറ്റി പുതിയ പദ്ധതികൾ ആരംഭിക്കണം. പക്ഷേ ഇതെന്താ ഉണ്ടായത്? പുതിയ സംവരണങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഒരു അർത്ഥമില്ലാത്ത. കാരണം ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് സാപേക്ഷികമാണ്. ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. മൊത്തത്തിൽ ലോകത്തിൽ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. ഇനി ഓരോ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും ഹിന്ദുക്കളായിരിക്കും. പല സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ ന്യൂനപക്ഷമുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ്, മിസോറാം, ആസാം, ത്രിപുര മുതലായിട്ടുള്ള ആ ഭാഗത്തൊക്കെ കൺവേർഷൻ വന്നിട്ട് ഇപ്പോൾ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അതുപോലെ കാശ്മീർ പോലെയുള്ള, ജമ്മു കാശ്മീർ പോലെയുള്ളിടത്തൊക്കെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി. അപ്പോൾ അവിടെ സംസ്ഥാന ബേസിൽ നോക്കിയാൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷം. അപ്പോൾ ഇത് ഒരു കാലത്തും മാറാൻ പോണില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും കൂടിയും കുറഞ്ഞു ഇരിക്കും. ഇപ്പോൾ ഇതാ കുറച്ചു കാലം കഴിഞ്ഞു മുസ്ലിംസ് ഭൂരിപക്ഷമായി, ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നുണ്ടോ? കിട്ടാൻ പോകുന്നുണ്ടോ? അതോടുകൂടി അപ്പോഴും വേണമെങ്കിൽ മുസ്ലിമിന് മാത്രം ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കും. ക്രിസ്ത്യൻസ്, ഹിന്ദുക്കൾ ന്യൂനപക്ഷമായാലും അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. അപ്പം നല്ലോണം അടിച്ചമർത്തും. ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം, ഇനി ഞങ്ങളുടെയാണ് ഭരണം, ഞങ്ങൾക്കാണ് അവകാശങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തി അറബിക്കടലിലേക്ക് ഇട്ടില്ലെങ്കിൽ നോക്കിക്കോളും. അപ്പം ഇതൊന്നും ഒരു കാലത്തും ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നും മാറാൻ പോലുള്ള എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ അതിനൊരു ലിമിറ്റ് വെക്കണം. ഇനി അഥവാ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ
ഭാരതത്തിലെ മൊത്തം ജനസംഖ്യയുടെ 3% താഴെയുള്ളവർ, അല്ലെങ്കിൽ ഒരു 5% താഴെയുള്ളവർ എന്നൊരു ലിമിറ്റ് വെച്ചിട്ട് അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പല കാരണങ്ങളെ കൊണ്ടും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാലെ നിൽക്കുന്നവർ, അവർക്ക് ചാൻസ് കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ റിസർവേഷനുകളും അല്ലെങ്കിൽ മറ്റു പല സ്കോളർഷിപ്പുകളും ഒക്കെ കൊടുക്കുന്നത് മലബാർ ഗോൾഡുകാരൻ്റെ മക്കള് ബെൻസ് കാറിൽ വന്ന് സ്കൂളിൽ വന്ന് ഇറങ്ങും. അവർക്ക് മാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ് ഉണ്ടാവും. തെങ്ങിൽ കയറുന്ന കോരൻ്റെ മകൻ നടന്ന് സ്കൂളിലേക്ക് വരുന്നുണ്ടാവും, കീറ ട്രൗസർ ഇട്ടിട്ട്. അവൻ ഈവൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ പോലും അവന് ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ 1/4 സംഖ്യയേ ഉള്ളൂ. SC STക്കൊക്കെ കൊടുക്കുന്നതിനേക്കാൾ 4 ഇരട്ടിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ. പലതരത്തിൽ അവർക്ക് വഴിവിട്ട രീതിയിലാണ് ഈ ഗവൺമെൻറ്റുകൾ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് പോയി, അതിനാണ് അവർ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നത്. അവരാണ് നിയന്ത്രിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്. ജലീലും ഇതുവരെ ഹിന്ദുക്കൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഒരു ചന്ദ്രശേഖരനെ പേരിനിട്ടുമെങ്കിൽ അയാളുടെ മുകളിലാണ് ജലീലിനെ ഇട്ടത്. CPMൻ്റെ ഭരണം. അയാളെ അടിച്ചമർത്തി. നല്ല മന്ത്രിയായിരുന്നു ചന്ദ്രശേഖരൻ, വിദ്യാഭ്യാസ മന്ത്രി. അയാളെ അടിച്ചമർത്തിക്കൊണ്ട് അയാളുടെ മുകളിലാണ് ജലീലിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു സ്ഥാനം. പിന്നെ അയാളാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കുള്ള സംവരണം ധനികന്മാരായിട്ടുള്ള ആളുകൾ തട്ടിയെടുക്കുകയാണ് പലതും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂനപക്ഷത്തിനും മറ്റുള്ള കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലൊക്കെയുള്ള അഡ്മിഷൻ ഉള്ളതായിട്ടുള്ള സീറ്റുകൾ അതാരാ തട്ടിയെടുക്കുന്നത്? അതും ഈ ആനുകൂല്യങ്ങൾ മുമ്പേ തന്നെ നേടി ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളാണ്. രവീന്ദ്രനാഥായിരുന്നു, നല്ല മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അച്ഛനമ്മമാർ ഡോക്ടറും എഞ്ചിനീയർമാരും ആയിട്ടുള്ളവർ, അവർ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മക്കൾ നല്ല മിടുമിടുക്കന്മാരായിട്ട് നല്ല സാമ്പത്തികമായിട്ടും നന്നായിട്ട് പ്രിവിലേജ്ഡ് ആയതുകൊണ്ട് അവർക്ക് പഠിച്ച് കോമ്പീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവർക്ക് ഓപ്പണായിട്ടുള്ള മെറിറ്റിൽ മത്സരിക്കാം. പക്ഷെ അവരെന്ത് ചെയ്യണു? ഈ ന്യൂനപക്ഷ കോട്ട പിടിച്ചെടുക്കുന്നു. അപ്പോൾ പാവം ആ വർഗത്തിൽപ്പെട്ട തന്നെ ആൾക്കാർ, പാവങ്ങൾ, ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവർ ഔട്ടാവുന്നു. അപ്പോൾ ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ. ഈ പറഞ്ഞ സംവരണം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു തലത്തിലുള്ള ഉപരിഭാഗത്തുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ SC STയിൽ എടുത്താലും അതെ. SC STയിൽ നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന് നല്ല ഉദ്യോഗമൊക്കെ വഹിക്കുന്നതായിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളാണ് ഈ SC STയുടെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നത്. SC STയിലെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെയോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ്റെയോ മക്കൾ ഇപ്പോഴും തഴയപ്പെടുകയാണ്. കാരണം അവർക്ക് ഇവരോട് മത്സരിക്കാനുള്ള സാമർഥ്യമില്ല. SC ST വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ മന്ത്രി AK ബാലനായിരുന്നു. അയാളുടെ മകൻ നെതർലാൻഡ്സിൽ പോയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കി പഠിച്ചു. അയാൾക്ക് സ്പെഷ്യൽ സ്കീം. മന്ത്രിയുടെ മകനായതുകൊണ്ട് SC STയുടെ കോട്ടയിൽ സ്പെഷ്യൽ സ്കീമിൽ വിദേശത്ത് നെതർലാൻഡ്സിലൊക്കെ പോയി പല കോഴ്സുകളും പഠിക്കാൻ അതുണ്ടാക്കി കൊടുത്തു വ്യവസ്ഥ. ഭരണം അവരുടെ കയ്യിലല്ലേ. അപ്പോൾ ഇയാളുടെ മകന് പഠിക്കാൻ ഗവൺമെൻറ് ചെലവിൽ സംവരണ ഇതിലൂടെ. എന്നാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. പാവപ്പെട്ടവരിപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും ഈ സംവരണത്തിൻ്റെ ബെനിഫിറ്റ്സ് ശരിക്കും കിട്ടേണ്ടവർക്കല്ല, അർഹതയുള്ളവർക്കല്ല കിട്ടുന്നത്. അതൊക്കെ വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ എന്നോ നിർത്തണം. ഇതാണ് നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം സാമ്പത്തിക സംവരണം ആവാം. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാം കുറച്ചു കാലത്തേക്ക് കൂടെ. അതൊരു മര്യാദ. എല്ലാ വിഭാഗത്തിലും സാമ്പത്തികമായി ബാക്കായിട്ടിരിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം പല കാര്യങ്ങളിലും.
അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ, വ്യക്തികളും നന്നാവുള്ളൂ, എല്ലായിടത്തും ഒരു ശുദ്ധി കലശം നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഴിമതിയിൽ നിന്ന് അഴിമതിയിലേക്ക്, അനാസ്ഥയിൽ നിന്ന് അനാസ്ഥയിലേക്ക്, എന്താ പറയുക, എല്ലാം പിന്നോട്ടടിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ രാജ്യം. പിന്നോട്ട് മാത്രം, മുന്നോട്ട് ഒരു പുരോഗതിയും ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മെറിറ്റിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. സ്വന്തം സ്വഭാവത്തിനനുസരിച്ച് ധർമ്മം ചെയ്യുമ്പോൾ ഇനി അഥവാ മരിച്ചാലും അയാൾക്ക് അവിടുന്ന് തുടരാം അടുത്ത ജന്മം. വേറൊരു അവനവൻ്റേതല്ലാത്ത ഒരു കർമ്മം ചെയ്യുമ്പോൾ അവൻ അധപ്പതനമായിരിക്കും ഉണ്ടാവുക. അവൻ കൺഫ്യൂസ്ഡാണ്, അവൻ സങ്കരമായി തീരും. ഇതിൻ്റെ ഭാഷ്യം നോക്കാം. ശ്രേയാൻ പ്രശസ്യതരഃ സ്വോ ധർമ്മഃ സ്വധർമ്മോ വിഗുണഃ അപി വിഗതഗുണഃ അപി അനുഷ്ഠീയമാനഃ പരധർമാത് സ്വ അനുഷ്ഠിതാത് സാദ്ഗുണ്യേന സമ്പാദിതാത് അപി സ്വധർമ്മേ സ്ഥിതസ്യ നിധനം മരണം അപി ശ്രേയഃ പരധർമ്മേ സ്ഥിതസ്യ ജീവിതാത് കസ്മാത് പരധർമ്മോ ഭയാവഹോ നരകാദിലക്ഷണം ഭയം ആവഹതി യതഃ. Who have the guts to do. Modi has the guts to do this. He will do this. ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് വരുന്നതോട് കൂടിയിട്ട് അതിലൊക്കെ മാറ്റം ഉണ്ടാവും. ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ ഉള്ളതായിട്ടുള്ളതൊക്കെ മാറ്റി എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം, എല്ലാവർക്കും ഒരേ അവകാശം, എല്ലാവർക്കും ഒരേ അവസരം, തുല്യ അവസരം, അത് വരണം. എല്ലാവർക്കും, ഭാരതത്തിലുള്ള എല്ലാവർക്കും ഒരേ നിയമം, അത് വരും. അതിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും ആ അവസരം ഒരുപോലെ ആവാൻ, എല്ലാവർക്കും അവകാശങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാൻ, നിഷേധിക്കപ്പെടാതിരിക്കാൻ, അതിനുവേണ്ടി നമ്മൾ നല്ല ഭരണത്തിന് വേണ്ടി നമ്മൾ കേരളത്തിലും സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്, അത് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ ശ്രേയാൻ പ്രശസ്യതരഃ, ശ്രേയ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതരഃ പ്രശസ്യതരഃ, ശ്രേഷ്ഠമാണ് എന്നർത്ഥം, പ്രശംസിക്കേണ്ടതാണ്. സ്വധർമ്മഃ സ്വധർമ്മഃ, സ്വകീയമായ ധർമ്മം, അവനവൻ്റെ ധർമ്മം, അവനവൻ്റെ ഡ്യൂട്ടി, അത് സ്വധർമ്മം. വിഗുണഃ അപി വിഗതഗുണഃ അപി, ഗുണമില്ലാത്തതാണെങ്കിലും ഗുണം കുറഞ്ഞതാണെങ്കിലും എന്നർത്ഥം. അനുഷ്ഠീയമാനഃ, അനുഷ്ഠിക്കപ്പെട്ടാൽ. പരധർമാത് സ്വനുഷ്ഠിതാത്, അനുഷ്ഠിതം എന്നുള്ളതിന് സാദ്ഗുണ്യേന സമ്പാദിതാത് അപി, സാദ്ഗുണ്യേന എന്ന് പറഞ്ഞാൽ നല്ല സദ്ഗുണത്തോടുകൂടെ എന്നർത്ഥം. സദ്ഗുണത്തോടെ, നല്ല ഗുണത്തോടുകൂടെ നല്ല നിലയ്ക്ക് അനുഷ്ഠിക്കപ്പെടുന്നതാണെങ്കിൽ പോലും ആ പരധർമ്മത്തെക്കാൾ സ്വധർമ്മമാണ് ശ്രേയസ്കരം. സ്വധർമ്മേ സ്ഥിതസ്യ നിധനം മരണം അപി ശ്രേയഃ, ആ സ്വധർമ്മത്തിൽ സ്ഥിതനായിട്ടുള്ള ഒരാൾക്ക് മരണം പോലും ശ്രേയസ്കരമാകുന്നു. പരധർമ്മേ സ്ഥിതസ്യ ജീവിതാത്, പരധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ ആപത്തോ മരണമോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഭയപ്പെടേണ്ടതില്ല. കസ്മാത്, എന്തുകൊണ്ട്? പരധർമ്മോ ഭയാവഹോ നരകാദിലക്ഷണം ഭയം ആവഹതി യതഃ, നരകം മുതലായിട്ടുള്ള ഭയത്തെ ആവഹിക്കുന്നതാണ്. നരകം എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെയാണ്, എപ്പോഴും ക്ലേശം ഉണ്ടാക്കുന്നത്, എപ്പോഴും ദുഃഖം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തെ നരകമാക്കിയിട്ടുണ്ടല്ലോ, ഭാരതത്തെ നരകമാക്കിയിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ അസ്ഥാനത്ത് ഓരോരുത്തരും ഫിറ്റല്ലാത്ത ആൾക്കാർ വന്നിരുന്നിട്ട് വലിയ വലിയ എന്താ പറയുക IAS-കാരനെ IPS-കാരനെയൊക്കെ തഴഞ്ഞ് നമ്മളെ കണ്ടതാണ്. ഈ കഴിഞ്ഞ ഭരണകാലത്ത് ഏറ്റവും ഉത്തമനായിട്ടുള്ള IPS-കാരനായിരുന്നു ഡോക്ടർ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം DGP ലെവലിലേക്ക് വന്ന ആളായിരുന്നു.
പക്ഷേ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട്, അദ്ദേഹം ആര് പറഞ്ഞാലും വഴിവിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട്, രാഷ്ട്രീയക്കാരുടെ ഒരു കാര്യത്തിനും അയാൾ അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ട്, അയാൾ ന്യായമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് അയാളെ അനഭിമതനായിത്തീർന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അയാളെ പല കാരണങ്ങളെ കൊണ്ടും സസ്പെൻഡ് ചെയ്ത്, കൃത്രിമമായിട്ട് കാരണങ്ങളില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്ത്, അയാൾ പിന്നെ കോടതിയിൽ കേസിന് നടന്ന് കേസിൽ ജയിച്ച് പിന്നെയും വന്നപ്പോൾ അയാളെ നിർബന്ധിച്ച് കോടതിയിൽ നിന്ന് തന്നെ ഇയാൾക്ക് അപ്പോയിൻമെൻറ്റ് ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മുടെ ഷൊർണൂരിൽ കൊടുവാളും കത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അതിൻ്റെ തലപ്പത്ത് MD എന്നൊരു പദം, അത് IPS IAS ഒന്നും വേണ്ട, അതിന് ഏത് ഡിഗ്രിക്കാർക്കും അതിൽ മാനേജറായിട്ടോ മാനേജിങ് ഡയറക്ടറായിട്ടോ ഒക്കെ ഇരിക്കാം. പക്ഷെ അവിടെ ഒരു പുതിയ പദവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇയാളെ അപ്പോയിൻ്റ് ചെയ്തു, കൊടുവാളും കത്തി ഉണ്ടാക്കുന്നത് സൂപ്പർവൈസ് ചെയ്യാൻ. ആലോചിക്കുക, IPS പഠിച്ചു വന്നൊരു മഹാനാണ്. അയാളോട് പകരം വീട്ടലായിരുന്നു. അയാൾക്ക് ഒരു സൗകര്യങ്ങളും ഇല്ല, ഒരു ഫോൺ പോലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല. അയാൾക്ക് റൂമിൽ ഒരു സൗകര്യവും ഇല്ല, ഫർണിച്ചർ വേണ്ടത്ര ഇല്ല, AC-യും ഗീസിയൊന്നും ഇല്ല. ഒരു IPS-കാരൻ്റെ വലിയ DGP ലെവലിൽ ഇരിക്കേണ്ട ഒരാളുടെ അവസ്ഥ കാണണം. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസം അവിടെ തന്നെ ഓഫീസിൽ തന്നെ തലേ ദിവസം നിലത്താ കടന്നത്, വെറും നിലത്ത് വിരിച്ചു കടന്നു അദ്ദേഹം. ഒരു ബെഡ് പോലും ഇല്ല അദ്ദേഹത്തിന് കിടക്കാനോ അവിടെ ഓഫീസിനോടനുബന്ധമായിട്ടോ ഒന്നും. അദ്ദേഹം ആ ചാർജ് ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞു, 101 വെട്ടുവെട്ടിയാലും മൂർച്ച പോകാത്ത വെട്ടുകത്തികൾ ഞാൻ ഉണ്ടാക്കും എന്നൊരു തമാശ പോലെ പറഞ്ഞു. അയാൾ 51 വെട്ടുവെട്ടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ 101 വെട്ടുവെട്ടിയാലും മൂർച്ച പോകാത്ത വെട്ടുകത്തികൾ ഞാൻ അവിടെ ഉണ്ടാക്കും. അവിടെ ഇരുന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നു വെറും IPS-കാരന്. എന്നാൽ 10ാം ക്ലാസ് മാത്രം തോറ്റൊരുത്തിയെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചേർന്ന് വലിയ പദവി കൊടുത്ത് 3 ലക്ഷം രൂപയോളം ശമ്പളം കൊടുത്ത് എല്ലാ പദവിയും കൊടുത്ത് എവിടെ പോകുമ്പോഴും മുഖ്യമന്ത്രി കൂടെ പോകുമ്പോൾ സ്പീക്കറുടെ കൂടെ അനുയായിയായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനം, വിദേശത്തിലെ ഡെലിഗേറ്റ്സുമായിട്ടിരുന്ന് മീറ്റിങ്ങിലൊക്കെ അവൾ മുമ്പിലുണ്ട്, അവരുടെ കൂടെ ഡിന്നർ കഴിക്കുമ്പോൾ ഒപ്പമുണ്ട്. വലിയൊരു ശാസ്ത്രജ്ഞന് അവാർഡ് കൊടുക്കുന്നു. ഞാൻ ഇന്നൊരു ഫോട്ടോ കണ്ടു, അവളാണ് അവാർഡ് കൊടുക്കുന്നത്. ഈ 10ാം ക്ലാസ്സുകാരി ഒരു ശാസ്ത്രജ്ഞൻ അവാർഡ് കൊടുക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ കേരളം? ഇതാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ തോന്നിയവാസം, അഴിഞ്ഞാട്ടം. അർഹതയില്ലാത്തവരൊക്കെ 4ാം ക്ലാസ്സുകാരും ഗുസ്തിക്കാരും ഗുണ്ടകളും ഒക്കെ ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? 4ാം ക്ലാസ്സുകാരനാണ് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നതും ഡാം അസമയത്ത് തുറന്നു വിട്ടതും. ഇപ്പോൾ അതിൻ്റെ ഇതും വന്നിട്ടുണ്ട്. IIT എന്നൊക്കെ റിസർച്ച് ചെയ്തിട്ട് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ കൊള്ളരുതായ്മ കൊണ്ട് വന്നു ചേർന്ന പ്രളയമാണ്. കേരളം പ്രളയത്തിൽ മുങ്ങിയത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, ഇവരുടെ കഴിവുകേട് കൊണ്ടാണ് എന്ന് ഇപ്പോൾ IIT റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ശ്രീധരൻജിയെ പോലെയുള്ള ആൾക്കാരൊക്കെ അന്നേ പറഞ്ഞു, ദിസ് ഈസ് മാൻ മെയ്ഡ് ഫ്ലഡ്സ്. ഇത് വിവരമുള്ളവരുണ്ടായിരുന്നെങ്കിൽ നിയന്ത്രിക്കാമായിരുന്നു, ആപത്തുകൾ കുറയ്ക്കാമായിരുന്നു. ഇത് വിവരമില്ലാത്ത 4ാം ക്ലാസ്സുകാർ കൈകാര്യം ചെയ്തിട്ടാണ് 500ഓളം പേരെ കൊലയ്ക്ക് കൊടുത്തതും 50,000 ആൾക്കാർക്ക് വീടില്ലാതായതും എത്രയോ ലക്ഷങ്ങളും കോടികളും നമുക്ക് നഷ്ടം ആയതും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ പറഞ്ഞ കുത്തഴിഞ്ഞ വ്യവസ്ഥ. നമ്മുടെ കേരളത്തിൽ രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് നല്ല സുഖമായിരുന്നു, എല്ലാ രംഗത്തും ഒന്നാമതായിരുന്നു കേരളം. തിരുവിതാംകൂർ രാജാക്കന്മാരാണെങ്കിലും കൊച്ചി രാജാക്കന്മാരാണെങ്കിലും സാമൂതിരിമാരായിരുന്നുവെങ്കിലും ഒക്കെ നല്ലവരായിരുന്നു, വളരെ നല്ലവർ, മനുഷ്യ സ്നേഹമുള്ളവരായിരുന്നു, സിമ്പതിയുള്ളവരായിരുന്നു,
ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം കണ്ടവരായിരുന്നു. അതുപോലെ തിരുവിതാംകൂറിലെ ഇന്ന് കാണുന്ന വലിയ പഴയ സ്ഥാപനങ്ങളൊക്കെ അവരുണ്ടാക്കിയതാണ്. മെഡിക്കൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും വലിയ വലിയ സ്ഥാപനങ്ങൾ, റിസർച്ച് സെൻ്ററുകൾ എല്ലാം തന്നെ അന്നുണ്ടാക്കിയതാണ്. അന്ന് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്ന് ഈ രാജ്യം വിദ്യാഭ്യാസത്തിൽ 1-ാം നമ്പർ ആയതാണ്. അല്ലാതെ ഇന്നത്തെ ആൾക്കാരാക്കിയതല്ല. ഇന്ന് വിഡ്ഢികളാക്കി തീർത്തു ഇന്നത്തെ ആൾക്കാർ. നവോത്ഥാനം വന്നത് മഹാത്മാക്കളായിട്ടുള്ള അയ്യങ്കാളിയും നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനും കുമാരനാശാനും പൽപ്പുവും ഡോക്ടർ പൽപ്പുവും അതുപോലെയുള്ള മഹാത്മാക്കളുടെ പ്രയത്നമാണ്. ശുഭാനന്ദ ഗുരുദേവൻ, നിർമ്മലാനന്ദ സ്വാമികൾ, രാമകൃഷ്ണ മിഷന്റെ 16 ആശ്രമങ്ങൾ കേരളത്തിൽ സ്ഥാപിച്ച വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായി രാമകൃഷ്ണ പരമഹംസരുടെ ഡയറക്റ്റ് ഡിസൈപ്പിളായിരുന്ന നിർമ്മലാനന്ദ സ്വാമികൾ, അദ്ദേഹമാണ് കേരളത്തിലെ നവോത്ഥാനത്തിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ. കേരളത്തിൽ 16 രാമകൃഷ്ണ ആശ്രമങ്ങൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. 1911 മുതൽ 1938 വരെ കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മുഴുവനായിട്ട് അദ്ദേഹം താമസിച്ചിട്ടില്ലെങ്കിലും അവസാന കാലം അദ്ദേഹം കേരളത്തിൽ തന്നെ താമസിച്ച് പാലക്കാട് ഒറ്റപ്പാലത്ത് സമാധിയായി. ബംഗാളിൽ ജനിച്ച മഹാനാണ്. വിവേകാനന്ദ സ്വാമിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് നിർമ്മലാനന്ദ സ്വാമികൾ. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് പന്തിഭോജനം നടത്തിയത്. സഹോദരൻ അയ്യപ്പൻ അല്ല. സഹോദരൻ അയ്യപ്പൻ 1924 പന്തിഭോജനം നടത്തിയത്. നിർമ്മലാനന്ദ സ്വാമികൾ 1914 പന്തിഭോജനം നടത്തി. ഹരിപ്പാട് രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ 1-ാം വാർഷികം, അതിന് നമ്പൂതിരിമാരും നായന്മാരും ബാക്കി താഴെ ഉള്ള സമുദായത്തിലുള്ളവരെയും എല്ലാം ഒന്നിച്ചിരിക്കണമെന്ന് ആജ്ഞാപിച്ചത് അന്ന് നിർമ്മലാനന്ദ സ്വാമികളാണ്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇലയെടുക്കാൻ ആളില്ല. എല്ലാവരും മടിച്ച് മാറി നിൽക്കുകയാണ് കോംപ്ലക്സുകൾ കാരണം. സ്വാമി മുണ്ട് മടക്കി ഇലയെടുക്കാൻ തുടങ്ങി. 1914 ഈ നിർമ്മലാനന്ദ സ്വാമി മുണ്ട് മടക്കി കുത്തി ഇലയെടുക്കാൻ തുടങ്ങി. 1914 ഏപ്രിൽ ഹരിപ്പാട് ആശ്രമത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു, 1-ാം വാർഷികമായിരുന്നു. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയത്, എല്ലാവർക്കും കണ്ണു തുറന്നത്. അയ്യോ, സ്വാമിയെപ്പോലൊരു മഹാത്മാവിനെ കൊണ്ട് എച്ചിലിലയെടുപ്പിക്കുകയെ എന്ന് തോന്നിച്ച് അങ്ങനെ എല്ലാവരും പിന്നെ മത്സരിച്ച് ഇലയെടുക്കാൻ തുടങ്ങി. അതിലും വലിയ പന്തിഭോജനം അതൊന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. കള്ളന്മാർ ചരിത്രം എഴുതുമ്പോൾ അതൊക്കെ മാറ്റിമറിക്കും. സഹോദരൻ അയ്യപ്പൻ്റെ പേരിലാണ് ആദ്യത്തെ പന്തിഭോജനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എത്രയോ പന്തിഭോജനങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഈ മഹാത്മാക്കൾ കഴിച്ചു. നിർമ്മലാനന്ദ സ്വാമി ഓരോ ആശ്രമങ്ങളിലും വർഷാവർഷം പന്തിഭോജനം നടത്തിയിട്ടുണ്ട്. അതുപോലെ നാരായണ ഗുരുദേവനും നടത്തിയിട്ടുണ്ട്. അപ്പം അതൊന്നും ചരിത്രം രേഖപ്പെടുത്തി. കാരണം അവർക്ക് ഇതൊന്നും ചരിത്രമോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. അവരതൊക്കെ നിസ്സാരമായി കണ്ടവരാണ്. ഇത് സനാതന ധർമ്മത്തിലുള്ളതാണ്. മഹാകവി ഉള്ളൂർ പരമേശ്വര അയ്യരാണ് അദ്ദേഹം. ആ അയ്യരെ നാരായണ ഗുരുദേവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് മറ്റ് പുലയ കുട്ടികളുണ്ടായിരുന്നു ഊണ് കഴിക്കാൻ. പുലയ കുട്ടികളും നിരന്നിരിക്കുന്നുണ്ട് ഗുരുദേവൻ്റെ കൂടെ. നാരായണ ഗുരുദേവൻ്റെ കൂടെ അന്ന് അവിടെ ആശ്രമത്തിലുണ്ടായിരുന്ന കുറേ പുലയ കുട്ടികളാണ്. അവരും നിരന്നിരിപ്പുണ്ട്. നാരായണ ഗുരുദേവൻ്റെ ഒപ്പം ഉള്ളൂർ പരമേശ്വര അയ്യർ കാണാൻ വന്നതാണ്. അദ്ദേഹത്തെ ഊണ് കഴിക്കാനിരുത്തി. അദ്ദേഹം ഇരുന്നു. പക്ഷേ ഈ പുലയ കുട്ടികളുടെ കൂടെ കഴിക്കാനൊരു മടി ഉള്ളൂരിന്, ഒരു ചെറിയൊരു സങ്കോചം ഉണ്ടായി. എല്ലാവർക്കും പപ്പടം വിളമ്പിക്കഴിഞ്ഞപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞു, പപ്പടം എല്ലാവരും ഒന്നിച്ച് പൊടിക്കുക എന്ന് പറഞ്ഞു. കുട്ടികളോടും ഉള്ളൂരിനോടും ബ്രഹ്മാർപ്പണം പറയും പോലെ എല്ലാവരും കൂടി ഒന്നിച്ച് പപ്പടം പൊടിച്ചു, ആദ്യത്തെ പപ്പടം. എന്നിട്ട് നാരായണ ഗുരുദേവൻ ഉള്ളൂരിനെ നോക്കി ചോദിച്ചു, ഇപ്പോൾ
എങ്ങനെയുണ്ട് എന്ന്. ഉള്ളിലുള്ള സങ്കോചം പൊടിഞ്ഞു പോയോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. ഉള്ളിലുണ്ടായിരുന്ന ആ മടി, സങ്കോചം പോയോ? ഇപ്പം ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് കഴിക്കാൻ മടിയില്ലല്ലോ എന്ന് ചോദിച്ച് ഉള്ളൂർ തന്നെ സ്വയം എഴുതി വെച്ചിട്ടുള്ളതാണ് അതൊക്കെ. ഞാൻ പറയുന്നതല്ല, ഉള്ളൂർ എഴുതി വെച്ചിട്ടുള്ളതാണ്. സ്വന്തം അനുഭവം എഴുതി വെച്ചതാണ്. അപ്പം ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മഹാത്മാക്കൾ ഇവിടെ നവോത്ഥാനം നടത്തിയിട്ടുണ്ട്, മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കിയതല്ല നവോത്ഥാനം. അങ്ങനെ കേരളം എല്ലാ രംഗത്തും നമ്പർ 1 ആയിരുന്നതിനെ ഇപ്പോൾ പിന്നോട്ടടുപ്പിച്ചത് ഇവർ വന്നിട്ടാണ്. പ്രാകൃതന്മാരാക്കിയത് ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം കൊണ്ടാണ് ഈ കേരളം എല്ലാം കൊണ്ടും നശിച്ച് കുട്ടിച്ചോറായിരിക്കുന്നത്. അത് മാറ്റണം, തൂത്തെറിയണം. അതിനുള്ള അവസരമാണ്. എല്ലാവരെയും കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ തിരഞ്ഞെടുത്താൽ, അവരവരുടെ കർമ്മമണ്ഡലങ്ങൾ തിരഞ്ഞെടുത്താൽ അത് സസ്റ്റെയിൻ ചെയ്യപ്പെടും. അത് ലോകത്തിന് നന്മയ്ക്കായിരിക്കും. അല്ലാതെ അർഹതയില്ലാത്തവർ, ഫിറ്റല്ലാത്ത സ്ഥാനത്ത് കയറിയിരുന്നാൽ അത് നരകം തന്നെയാണ്. ലൂസായി ഇളകിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും എൻജിൻ്റെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യേണ്ട ബോൾട്ടിനെ പിടിച്ച് വേറെ എവിടെയെങ്കിലും പിടിപ്പിച്ചാൽ അത് ലൂസായാൽ എന്താവും? എൻജിൻ പ്രവർത്തിക്കുമോ? അത് സ്റ്റക്കായി പോകും, അല്ലെങ്കിൽ പൊട്ടി തകർന്നു പോകും. അപ്പോൾ ഏത് ബോൾട്ട് എവിടെ ഫിറ്റാവും, ഏത് പാർട്ട് എവിടെ സീറ്റിംഗ് ആവും, ഒരു എൻജിൻ്റെ ഓരോ പാർട്ടും എവിടെയാണ് ശരിയായ രീതിയിൽ ഫിറ്റാവുക എന്നറിഞ്ഞിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തോന്നിയ പോലെ ഫിറ്റ് ചെയ്തിട്ട് അതിനെ സ്വിച്ച് ഓൺ ചെയ്താൽ ഒരു പൊട്ടിത്തെറിക്കലോ എന്തെങ്കിലും കടപടാന്ന് ശബ്ദം കേൾക്കും, സ്റ്റക്കാവും, കേടുവന്നു പോവുകയല്ല. അതുപോലെയാണ് ഇവിടെ വ്യവസ്ഥകളെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നത്. യന്ത്രം പോലെ നടക്കേണ്ടതായിട്ടുള്ള സമൂഹം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ എന്ന് പറഞ്ഞില്ലേ? ആ ചക്രം പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. അഘായുരിന്ദ്രിയാരാമഃ മോഘം പാർത്ഥസ ജീവതി എന്ന് പറഞ്ഞത്. അപ്പം ഇനി ഭഗവാന്റെ കർമ്മയോഗത്തിലുള്ള ഉപദേശം തൽക്കാലം ഭഗവാൻ ഒരു ശ്വാസം വിട്ടു. അപ്പോൾ അർജുനൻ ഇടയ്ക്ക് കയറി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് നമുക്ക് നാളെ തുടരാം. അതിനു മുമ്പ് ഒരു ഭാഷ്യത്തിൻ്റെ ഒരു ആമുഖമുണ്ട്, നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വീണ്ടും കാണാം. ഹരി ഓം.